മെഡിറ്റേറ്റ് ചെയ്ത് സുഖം നേടാം, സുഖത്തിന്റെ അനുഭവം ഉണ്ടാവാമെന്നാണ് പൊതുവെ ധ്യാനികൾ വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷെ ബുദ്ധൻ ആദ്യം വാഗ്ദാനം ചെയ്തത് നിങ്ങളുടെ ദുഃഖത്തിന്റെ ഏറ്റവും ആഴത്തട്ടുകൾ തിരിച്ചറിയണം. എന്നാൽ മാത്രമേ ആ ദുഃഖത്തിനെ ഉന്മൂലനാശനം ചെയ്യാൻ പറ്റുള്ളൂ. വിക്സ് പുരട്ടുന്ന പരിഹാരമല്ല ബുദ്ധൻ അവിടെ കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ദുഃഖത്തെ അറിയാതെ മറച്ചു വിടുന്നതിനുള്ള താൽക്കാലിക മയക്ക് മരുന്നുകൾ പോലത്തെ കാര്യങ്ങളല്ല അവിടെ കൊടുക്കുന്നത്. ബുദ്ധൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദുഃഖത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള മെഡിറ്റേഷൻ, എന്തെങ്കിലും രസകരമായിട്ട് കുറച്ചു നേരം ഇരിക്കാൻ, ഒരു സുഖവും ആഹാ ആഹാ എന്നൊക്കെ ഇങ്ങനെ അനുഭവിച്ചിട്ട് പോകാനുള്ള ഒരു മെഡിറ്റേഷൻ അല്ല ബുദ്ധൻ കൊടുക്കുന്നത്. ബുദ്ധൻ കൊടുക്കുന്നത് ആ ദുഃഖത്തിന്റെ അടിസ്ഥാനം, ഏറ്റവും ആഴത്തട്ടിൽ ആ മനസ്സിന്റെ അശാന്തി എന്താണെന്ന് തിരിച്ചറിയുക. അറിഞ്ഞു കഴിഞ്ഞാൽ ആ അശാന്തിയുടെ കാരണം മനസ്സിലാക്കുക, എന്നിട്ട് അത് മാറ്റുക. അങ്ങനെ മാറുമ്പോഴേ ഉന്മൂലനാശനം സംഭവിക്കും. ഈ അന്വേഷണത്തിൽ, ഈ ഇങ്ങനെ പരതുന്നതിനിടയിൽ നമ്മൾ അറിയാതെ പോകുന്നത് ഇതിനൊക്കെ അപ്പുറത്ത് ഇതൊന്നുമില്ലാതെയും, ഇതൊക്കെ ഉള്ളപ്പോഴും ശരി ഇല്ലാത്തപ്പോഴും ശരി, അവിടെയൊക്കെ നിറയുന്ന ഒരു സുഖാനുഭൂതി, ശാന്തി നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ആ ശാന്തി തിരിച്ചറിയാത്തപ്പോ നമ്മുടെ മനസ്സിന് ഒരു അടിസ്ഥാനമായ റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്, ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്, അശാന്തി എന്ന് പറയാം. ആ റെസ്റ്റ്ലെസ്നെസ്സിനെയാണ് സങ്കര ദുഃഖം എന്ന് പറഞ്ഞത്. നമ്മുടെ മനസ്സിന്റെ ആ അടിസ്ഥാനത്തിലുള്ള ആ ഒരു അശാന്തി, ആ അശാന്തി കടന്നു പോയി മനസ്സിന്റെ തനത് രീതി, തനത് സ്വഭാവം തിരിച്ചറിയാൻ കഴിഞ്ഞാല് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അയ്യോ ഇപ്പോ അതിനു മുമ്പ് ഈ അശാന്തിയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെയും ദുഃഖം തന്നെയല്ലേ എന്ന്. കാരണം അതിന്റെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. പക്ഷെ ആ അശാന്തി, അടിസ്ഥാന അശാന്തി കാണാത്തപ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലും കാര്യം വെളിയിൽ വേണം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സിന് സുഖം വേണമെന്ന് തോന്നും. ഒരു ചോദ്യം, ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അശാന്തിയിൽ നിന്നുള്ള മോചനം. ബുദ്ധന്റെ ആദ്യത്തെ പാഠം ആണ് എന്ന് പറയാം. ഒന്നാം ധർമ്മചക്ര പ്രവർത്തനം എന്നും അറിയപ്പെടുന്ന ഒരു സൂത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ പാഠം. ബുദ്ധൻ തൻ്റെ അന്വേഷണം തുടങ്ങിയ സമയത്ത്, ഈ കാര്യം ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അന്വേഷണം തുടങ്ങിയ സമയത്ത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനത്തിനുള്ള, ദുഃഖമില്ലാത്ത ഒരവസ്ഥ മനുഷ്യൻ എങ്ങനെ സാധ്യമാകും എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണവുമായി ബുദ്ധൻ കൊട്ടാരം വിട്ടിറങ്ങിത്തിരിക്കുകയും പല മാർഗങ്ങൾ അന്വേഷിക്കുകയും പല വഴികളിലൂടെ പല പരീക്ഷണങ്ങൾ നടത്തി ബുദ്ധൻ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്കൊക്കെ അറിയാമല്ലോ. അതില് ബുദ്ധൻ ചില ധ്യാനിമാരെ കാണുന്നുണ്ട്. അലാര കലാമ ഉദ്ധക രാമബുദ്ധ എന്നൊക്കെ ചില ധ്യാനിമാരെ കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിങ്ങനെ ധ്യാനത്തിന്റെ ഒരു അവസ്ഥയിൽ വളരെ ശാന്തമായി, ഒന്നും അറിയാതെ ഒരു സ്പേസ് പോലെ മാത്രം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ, അതുപോലും ഇല്ലാതെ ഇങ്ങനെ ഒരു തികച്ചും ശാന്തമായി സ്ഥിതി ചെയ്യുന്ന ഒരു അവസ്ഥ. ഇത്തരം പല അവസ്ഥകളിലൂടെ ആ ഗുരുക്കന്മാർ പറഞ്ഞതനുസരിച്ച് ബുദ്ധനും കടന്നുപോയി. പക്ഷേ അതൊന്നും തന്നെ മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായിട്ട്, സംസാര ജീവിതത്തിൽ ഇടപെടുമ്പോൾ അനുഭവിക്കുന്ന പല സാഹചര്യങ്ങളുടെയും അസ്വാസ്ഥ്യങ്ങളുടെയും ഒക്കെയും ഒരു പരിഹാരമായിട്ട് ബുദ്ധന് തോന്നിയില്ല. അങ്ങനെ ബുദ്ധൻ തന്റെ അന്വേഷണം തുടർന്നു. ആ സമയത്ത് ബുദ്ധന്റെ കൂടെ ഒരു 5 ശിഷ്യന്മാർ അഥവാ കൂട്ടാളികൾ കൂടെ ചേർന്നിരുന്നു. കൊണ്ടഞ്ഞയും മറ്റ് 4 പേരും. ഈ കൊണ്ടഞ്ഞ എന്ന് പറയുന്നത്, ബുദ്ധൻ സിദ്ധാർത്ഥ രാജകുമാരൻ ജനിക്കുന്ന സമയത്ത് തന്നെ അസിത എന്നൊരു മുനി വന്നിട്ട് ഈ രാജകുമാരൻ ഒന്നുകിൽ ഒരു മനസ്സിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ അർത്ഥമെല്ലാം കണ്ടുപിടിച്ച് ബോധത്തെ അതിന്റെ പൂർണ്ണതയിലേക്ക് ഉദിപ്പിച്ച് ബുദ്ധനായി മാറും, അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയായി മാറും എന്നൊരു പ്രവചനം നടത്തുന്ന ആളാണ് അസിത മുനി. അന്ന് അസിത മുനിയോടൊപ്പം കൂടെ വന്ന ഒരാളായിരുന്നു ഈ കൊണ്ടഞ്ഞ. അപ്പോൾ ബുദ്ധൻ കൊട്ടാരം വിട്ടിറങ്ങി ഇങ്ങനെ ഒരു മാർഗത്തിന്റെ അന്വേഷണത്തിലാണ് എന്നറിഞ്ഞപ്പോൾ ഈ പ്രവചനം ഓർത്തപ്പോഴത്തേക്ക് കൊണ്ടഞ്ഞയ്ക്ക് തോന്നി, തീർച്ചയായും ഈ സിദ്ധാർത്ഥൻ
വഴി കണ്ടുപിടിക്കും. വഴി കണ്ടുപിടിക്കുമ്പോൾ എനിക്കും ആ വഴിയിലൂടെ സഞ്ചരിക്കണം. അങ്ങനെ എനിക്കും ബോധോദയം നേടണം. അങ്ങനെ കൊണ്ടഞ്ഞയും കൂട്ടുകാരുമായിട്ട് 4-5 പേര് അങ്ങനെ സിദ്ധാർത്ഥന്റെ കൂടെ ചേരുകയും ഒരുമിച്ച് ഈ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു. അവർ പിന്നെ ചെയ്ത ഒരു പരീക്ഷണം എന്ന് പറയുന്നത്, ആദ്യം ഇങ്ങനെ ആ ഒരു ശാന്തതയിലും മനസ്സിങ്ങനെ എല്ലാം വിട്ടിരിക്കുന്ന അവസ്ഥകളെ കുറിച്ചൊക്കെ പരീക്ഷിച്ചു. പിന്നെ ചെയ്ത ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണം പോലും ഉപേക്ഷിച്ചുകൊണ്ട് തീവ്രമായ തപസ്സിൽ ഏർപ്പെടുക എന്നുള്ളതായിരുന്നു. ചിലരെങ്കിലും ബുദ്ധന്റെ അത്തരം ഒരു ചിത്രം കണ്ടിട്ടുണ്ടാകും. എല്ലും തോലുമായി ചുരുങ്ങി ധ്യാനത്തിലിരിക്കുന്ന ഒരു ബുദ്ധന്റെ ഒരു അസ്ഥിവഞ്ചനം എന്ന പോലെ ഇരിക്കുന്ന ഒന്ന്. അത് ബുദ്ധനാകുന്നതിന് മുമ്പ് ഇത്തരം പരീക്ഷണം നടത്തിയ സമയത്തുള്ള ചിത്രമാണ്. അപ്പോ ഇങ്ങനെ ശരീരത്തെ പീഡിപ്പിക്കുകയും ശോഷിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും അതൊന്നും തന്നെ ദുഃഖങ്ങളിൽ നിന്നും അസ്വാസ്ഥ്യങ്ങളിൽ നിന്നുമുള്ള ഒരു മോചനമാണ് എന്ന് സിദ്ധാർത്ഥന് തോന്നിയില്ല. അതിനുശേഷം ആ മാർഗം ഉപേക്ഷിക്കുന്നു. ഇങ്ങനെ ഭക്ഷണമൊന്നുമില്ലാതെ ധ്യാനിച്ച് 6 വർഷത്തോളം അത്തരം ധ്യാനം നടത്തുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരിക്കലും ഒരിടത്ത് കുഴഞ്ഞു വീഴുമ്പോൾ ഒരു ബാലിക വന്നിട്ട് വളരെ ഒരു പാൽപായസം ആണ് കൊടുക്കുന്നത്. അത് വളരെ വിശിഷ്ടമായ ഒരു പാൽപായസം എന്നാണ് പറയുന്നത്. ഒരുപാട് പശുക്കളുടെ പാല് കുറുക്കി ഏതാണ്ടൊരു കണ്ടൻസ് മിൽക്കിന്റെ ഒക്കെ ഒരു രീതിയിലാക്കിയിട്ട് ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കില് തയ്യാറാക്കിയ ഒരു പാൽപായസം. ആ ഒരു പാൽപായസം കുടിച്ചുകൊണ്ട് സിദ്ധാർത്ഥൻ തൻ്റെ ഇത്തരം തീവ്രമായ ആത്മപീഡനത്തിന്റെ വഴി ഉപേക്ഷിക്കാൻ, ഇതുകൊണ്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ഈ 5 ശിഷ്യന്മാർ അത് കാണാനിടയാകുന്നു. അപ്പോൾ ഈ തീവ്ര തപസ്സിൽ ഒന്നും കഴിക്കാതിരുന്ന സിദ്ധാർത്ഥൻ പെട്ടെന്ന് പാൽപായസം കുടിച്ചുകൊണ്ടിരിക്കുന്നു. അത് കാണുന്ന ഈ 5 ശിഷ്യന്മാരും അപ്പോൾ തന്നെ സിദ്ധാർത്ഥനെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. കാരണം ഈ സിദ്ധാർത്ഥൻ ബുദ്ധനായി തീരുമെന്ന പ്രവചനം കേട്ടിട്ട് കൂടെ കൂടിയതാ അവര്. പക്ഷേ ഇപ്പോൾ ആ തീവ്ര തപസ്സിന്റെ വഴി ഉപേക്ഷിച്ച് പാൽപായസം സ്വീകരിച്ചതോടുകൂടി സിദ്ധാർത്ഥന്റെ ഒരു പരാജയമാണെന്ന് അനുമാനിച്ചുകൊണ്ട് ആ 5 പേരും സിദ്ധാർത്ഥനെ വിട്ടുപോവുകയും സ്വന്തമായ രീതിയിൽ ധ്യാനിക്കാൻ പോവുകയും ചെയ്തു. അതേസമയം സിദ്ധാർത്ഥൻ ആ സമയത്ത് മനസ്സിലാക്കുന്നത് ഈ സെൻഷ്യൽ പ്ലഷേഴ്സിലൊക്കെ ഇങ്ങനെ എല്ലാ സുഖലോലുപതകളിലും സുഖിച്ചിരിക്കുന്നത് കൊണ്ടും കാര്യമില്ല. അതേസമയം ആത്മപീഡനത്തില് സ്വയം പീഡിപ്പിച്ചുകൊണ്ട് തീവ്രമായ തപസ്സിലേർപ്പെട്ടിരിക്കുന്നതുകൊണ്ടും കാര്യമില്ല. ഇതിനിടയ്ക്ക് ഒരു മധ്യമ മാർഗം, ഒരു മിഡിൽ പാത്ത് ആണ് വഴി എന്ന് സിദ്ധാർത്ഥൻ തിരിച്ചറിയുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥന് തൻ്റെ കുട്ടിക്കാലത്ത് ഒരു ജാമ്പ മരത്തിന്റെ കീഴില് കുട്ടിക്കാലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിങ്ങനെ തുറന്ന പരന്ന വിശാലമായ ഒരു തെളിമയുടെ അനുഭവം വന്നത് അപ്പോഴും ഓർമ്മ വരും. ഒരു എഫർട്ടുമില്ലാതെ, യാതൊരു ശ്രമവുമില്ലാതെ മനസ്സ് വളരെ ശാന്തമായിട്ട് ഒരു പരപ്പ് അനുഭവപ്പെടുന്നു. എല്ലാം വ്യക്തമായി കാണുന്ന കാഴ്ചകൾക്കുമൊക്കെ എല്ലാ നിറങ്ങൾക്കുമൊക്കെ ഒരു കൂടുതൽ സൗന്ദര്യം വരുന്ന, ഉള്ളിലും ശാന്തതയും അതേസമയം ഇങ്ങനെ ചിന്തകൾ വന്നു പോകുന്നതും ഒക്കെയും തിരിച്ചറിയുന്ന അങ്ങനെ ഒരു തുറന്ന ധ്യാനത്തിന്റെ ആ ഒരു അനുഭവം കുട്ടിക്കാലത്ത് സ്വതവേ വന്നു ചേർന്ന ആ ഒരു ധ്യാനത്തിന്റെ അനുഭവം അപ്പൊ ബുദ്ധന് ഓർമ്മ വരിക. അപ്പൊ അതിങ്ങനെ എല്ലാത്തിൽ നിന്നും വിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒന്നിലേക്ക് മനസ്സിനെ ചുരുക്കുന്ന ഒന്നായിരുന്നില്ല. ഇങ്ങനെ വളരെ തുറന്ന് തന്നെ എല്ലാം അറിയുമ്പോഴും മനസ്സ് ശാന്തമായി ആ തെളിമയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവം. ആ അനുഭവം ഓർമ്മ വന്നപ്പോൾ ഇതാണ് വഴി എന്ന് തിരിച്ചറിഞ്ഞിട്ട് സിദ്ധാർത്ഥൻ അപ്പോഴാണ് പിന്നെ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് പോവുകയും അവിടെ ആ രീതിയിൽ ധ്യാനമഗ്നനാകുകയും ഇനി ഒരു വഴി കണ്ടുപിടിച്ചിട്ടായിരിക്കും ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കാന്ന് തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് മനസ്സിന്റെ ഓരോ ചിന്തകൾ വരുന്നതും പോകുന്നതും അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും വികാരങ്ങളും അസ്വാസ്ഥ്യങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ വന്നു പോകുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും ആ തിരിച്ചറിവിലൂടെ മനസ്സിന്റെ ഇത്തരം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മനസ്സിനെ ബന്ധിപ്പിക്കുന്ന എല്ലാത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുകയും അങ്ങനെ പൂർണ്ണമായ ആ സമാധാനം, ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ധ്യാനത്തിലെ സമാധാനമല്ല,
എല്ലാത്തിനും ഇടയിൽ, എല്ലാം കാണുമ്പോഴും എല്ലാം കേൾക്കുമ്പോഴും മനസ്സിന്റെ ആ ഒരു ശാന്തി തിരിച്ചറിഞ്ഞുകൊണ്ട്, എല്ലാം അറിയുമ്പോഴും മനസ്സ് ശാന്തമാകുന്ന, അതേസമയം കരുണ നിറയുന്ന, എല്ലാവർക്കുമായി പ്രവർത്തിക്കാൻ കഴിയുന്ന, ആ പ്രവർത്തിക്കുന്നതിനുള്ള കഴിവ് നിറഞ്ഞ ആ ഒരു ബോധത്തിലേക്ക്, ഏറ്റവും തെളിമയാർന്ന ആ ബോധം, എല്ലാം തിരിച്ചറിയുന്ന ആ ഒരു ബോധം, അതേസമയം സംസാര ദുഃഖങ്ങളിൽ പിരിമുറുക്കത്തോടെ നിൽക്കുന്നതിനെ പൂർണ്ണമായി കടന്നുപോയ ഒരു ബോധം, ആ ഒരു ബോധത്തിലേക്ക് ബുദ്ധൻ അവിടെ ഉണർന്നു വന്ന് ബുദ്ധനായി മാറുകയാണ്. ആ ബോധം അത്തരത്തിൽ ഉണർന്ന എല്ലാം സമ്യക് സം ബുദ്ധ എന്ന് പറഞ്ഞാൽ, സമ്യക് എന്ന് വെച്ചാൽ പെർഫെക്റ്റ്, എല്ലാം ശരിയായ രീതിയിൽ, സം എന്നാൽ കംപ്ലീറ്റ്, എല്ലാം, അതായത് ശരിയായ രീതിയിൽ എല്ലാത്തിനെയും കണ്ടറിയുന്ന അത്തരം ബോധം, അതാണ് സമ്യക് സംബോധി. അത്തരം ബോധം ഉണർന്ന ആളിനെയാണ് സമ്യക് സംബുദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോധത്തിന്റെ തിരിച്ചറിവ് വന്ന് ആ നിർവാണ സുഖവും അതേസമയം എല്ലാം തിരിച്ചറിയുന്ന ബോധവും ഉണർന്നപ്പോഴത്തേക്ക്, ഇനി ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ബുദ്ധൻ എഴുന്നേക്കയായി. ഇത് ഈ പാഠം, ഈ വഴി, ഈ തെളിമയാർന്ന, ഇത്ര ലാളിത്യമാർന്ന ആ ഒരു പാഠം, അതിനു മുമ്പ് പല തീവ്രമായ പരീക്ഷണങ്ങൾ നടത്തി. പക്ഷെ അതിനൊക്കെ അപ്പുറം വളരെ ലളിതമായ രീതിയിൽ മനസ്സിനെ നോക്കിക്കണ്ട് മധ്യമ മാർഗത്തിലൂടെ, മിഡിൽ പാത്തിലൂടെ കാര്യങ്ങൾ തിരിച്ചറിയാമെന്നും, ആത്മപീഡനമോ അല്ലെങ്കിൽ ആത്മസുഖലോലുപതകളോ ഒന്നുമില്ലാതെ ഒരു മധ്യമ മാർഗത്തിലൂടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ സ്വാതന്ത്ര്യത്തിന്റെ രുചി അനുഭവിച്ചപ്പോൾ ആ പാഠം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായി പിന്നെ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ബുദ്ധൻ എണീക്കുകയായി. ഇപ്പൊ ബുദ്ധൻ തന്റെ ഉൾക്കണ്ടുകൊണ്ട് നോക്കുമ്പോൾ തന്റെ പഴയ ഗുരുക്കന്മാർ എവിടെ നോക്കുന്നു, അലാര കലാമയും ബുദ്ധകരാമബുദ്ധനും ഒക്കെ എവിടെ നോക്കുമ്പോൾ അവർ ആ സമയത്തേക്ക് ഈ ജന്മം പോയി കഴിഞ്ഞു. പക്ഷെ അവർ പൊതുവെ ഇങ്ങനെ അടഞ്ഞ ഒരു ഉള്ളിലേക്ക് പിൻവലിഞ്ഞ ഒരു ധ്യാനമാണ് ചെയ്യുന്നതുള്ളതുകൊണ്ട് അത്തരം ആ ഒരു അരൂപധാതു എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് അവർ പോയത്. ഇങ്ങനെ ഒന്നും അറിയാതെ മനസ്സിങ്ങനെ ഒരേ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്ന അത്തരം ഒരു ധ്യാനത്തിലേക്ക് ആണ് അവര് ഈ ജന്മം കഴിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ അവിടെ അവരെ അപ്പോൾ സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. പിന്നീട് ബുദ്ധൻ നോക്കുന്നത് തൻ്റെ കൂടെ തൻ്റെ പരീക്ഷണങ്ങളിൽ കൂട്ടാളികളായി ചേർന്ന 5 പേർ ഇപ്പൊ എവിടെയുണ്ടെന്നാണ്. അപ്പോൾ ബുദ്ധൻ കാണുന്നത് വാരണാസിക്കടുത്ത് ഋഷി പട്ടണം എന്ന സ്ഥലത്ത്, ഇസി പട്ടണ എന്ന് പാലി പറയും, അവിടെ മൃഗത എന്ന വനത്തിൽ അവർ തങ്ങളുടെ തീവ്ര തപസ് തുടരുന്നു എന്നതാണ്. ഋഷിപട്ന എന്ന് പറയുന്നത് ഇന്നത്തെ സാരനാഥ് ആണ്. സാരനാഥിലെ ഡിയർ പാർക്ക്, മാനുകൾ കളിച്ച് നടക്കുന്ന ഒരു വനം, അതിനാണ് മൃഗത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട്, ഋഷിപട്ന എന്ന് പറയുന്നത് തന്നെ അക്കാലത്ത് ഇന്ത്യയിലെ സത്യാന്വേഷണികളായി പോകുന്ന അനേകം ഋഷിമാരും അന്വേഷികളും ഒക്കെ ചെന്ന് തപസ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ. അപ്പൊ ബുദ്ധൻ അവിടേക്ക് പോവുകയാണ്. ആ ബോധോദയത്തിന്റെ തേജസ്സോടുകൂടി ബുദ്ധൻ ഇങ്ങനെ നടന്ന് അവിടെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ബുദ്ധനെ തൊഴുന്നുണ്ട്. ബുദ്ധൻ അവരോടൊക്കെ സംസാരിച്ചിങ്ങനെ പോയിട്ട് ഈ 5 ശിഷ്യന്മാരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആദ്യം അവർ ചിന്തിക്കുകയാണ്, ഇതാ നമ്മളെ പറ്റിച്ച് പാൽപ്പായസം കുടിച്ച ആളിതാ വരുന്നുണ്ട്, ഇപ്പോ നമ്മളെ കൂടെ ചേർക്കാനായിരിക്കും വരുന്നത്, അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, നമ്മളിങ്ങനെ വളരെ സൈലന്റ് ആയിട്ട് ധ്യാനത്തിലങ്ങിരിക്കാം. പക്ഷേ ബുദ്ധൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ബുദ്ധന്റെ പ്രഭാവത്തിൽ അവരെഴുന്നേൽക്കുകയും ബുദ്ധനെ തൊഴുകയും ചെയ്യുന്നു. ബുദ്ധൻ അപ്പോൾ അവരോട് പഠിപ്പിക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് അന്വേഷിച്ച ആ സത്യം കണ്ടെത്തി, ഞാൻ ആ സത്യം അനുഭവിച്ചറിഞ്ഞു, ആ സത്യത്തിലൂടെ ഞാൻ സാക്ഷാത്കാരം നേടി, അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാനാണ് നിങ്ങൾ അന്വേഷിച്ച് ഇവിടെ വന്നത്. ആ സമയത്ത് ബുദ്ധൻ അവർക്ക് പകർന്നു കൊടുക്കുന്നതാണ് ഈ ചതുരാര്യ സത്യങ്ങൾ എന്ന ഈ 1ാമത്തെ ധർമ്മചക്ര പ്രവർത്തനം എന്ന് പറയുന്ന പാഠം. ചതുരാര്യ സത്യങ്ങൾ നമ്മളൊക്കെയും കേട്ടിട്ടുണ്ടാകാം. ഇതിനോട് ബന്ധപ്പെട്ട ഒരുപാട് തെറ്റിദ്ധാരണകൾ നിൽക്കാറുണ്ട്. ഉദാഹരണത്തിന്, ബുദ്ധനെക്കുറിച്ച് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് വളരെ നിസാരമായ ഏതാനും വരികളാണ്, നിസാരമെന്ന് തോന്നുന്ന ചില വരികളാണ്. മനുഷ്യ ജീവിതം എന്ന് വെച്ചാൽ പൂർണ്ണമായി ദുഃഖമയമാണ്, ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം. അതിനാൽ
ആശ ഉപേക്ഷിച്ച് ദുഃഖമില്ലാതിരിക്കാം എന്ന് ബുദ്ധൻ പറഞ്ഞു. കേട്ടാൽ വളരെ വിഷാദാത്മകമായ ഒന്നാണെന്ന് തോന്നും. കാരണം ആശയില്ലാതെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ മനുഷ്യ ജീവിതം ദുഃഖമയോ എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യ ജീവിതത്തിലും ഒരുപാട് തരം സുഖങ്ങൾ വന്നു പോകുന്നുണ്ട്. ജീവിതം സുഖിക്കാനും ഒരുപാട് എൻജോയ്മെന്റ്സും ഒക്കെ നമുക്ക് സാധ്യമാണ്. അപ്പൊ സുഖദുഃഖ സമ്മിശ്രമായ ഈ ജീവിതത്തെ ദുഃഖം എന്ന് എന്തിനു ബുദ്ധൻ വിളിക്കുന്നു? ഇനി ആശയെല്ലാം ഉപേക്ഷിച്ചിരിക്കാൻ പറഞ്ഞാൽ പിന്നെ എന്താ സാധിക്കുക? അപ്പോൾ വളരെ ഒരു അർത്ഥവത്തായ ഒന്നായിട്ട് അന്ന് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. എന്നെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്ന് ഇത്രമാത്രം പഠിച്ചപ്പോഴത്തേക്ക് ബുദ്ധനെ കുറിച്ച് ശരിയായ ഒരു അറിവ് അതിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അതേസമയം ഒരു ബുദ്ധന്റെ കസിനായ ദേവദത്തിന് ഒരു അരയന്നത്തെ എയ്ത് വീഴ്ത്തുകയും ബുദ്ധൻ ആ അരയന്നത്തെ എടുത്ത് സ്നേഹിക്കുകയും ആ അരയന്നത്തെ പരിപാലിക്കുകയും രക്ഷപ്പെടുത്തുകയും പരിപാലിച്ചവനാണ് ആ അരയന്നത്തിന് മേലുള്ള അവകാശം എന്ന് പറഞ്ഞ ആ അരയന്നത്തെ സ്വാതന്ത്ര്യം കൊടുക്കുകയും ദേവദത്തിന് വിട്ടുകൊടുക്കാതെ അതിന് സ്വാതന്ത്ര്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ബുദ്ധന്റെ കരുണയുടെ കഥകൾ വളരെ നല്ല കഥകളായിട്ട് മനസ്സിലുണ്ടെങ്കിലും ബുദ്ധന്റെ പാഠങ്ങളായിട്ട് നമ്മൾ അറിയുന്നത് ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം, അതുകൊണ്ട് ആശയില്ലാതിരിക്കും എന്ന് പറഞ്ഞതായിട്ടാണ്. ഏതാണ്ട് അത്തരത്തിലൊരു കാര്യം വരുന്നുണ്ട്. പക്ഷെ ഈ പാഠം നമ്മൾ കടന്നു പോകുമ്പോൾ അതിന്റെ യഥാർത്ഥ ഗഹനത മനസ്സിലാകും. പക്ഷെ ആ യഥാർത്ഥ ഗഹനത, അതിന്റെ അന്തരാർത്ഥങ്ങൾ മനസ്സിലാകാതെ ഏതാനും വരികളായിട്ട് പഠിച്ചപ്പോൾ അതില് ഒരു അർത്ഥം കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥ വന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് വർഷങ്ങളുടെ സത്യാന്വേഷണം നടത്തുമ്പോൾ പോലും ബുദ്ധനിൽ ഞാൻ അന്വേഷിക്കുന്ന ഉത്തരങ്ങളുണ്ട് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ അതിലൂടെ വന്നിരുന്നു. കാരണം ഇത്ര നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ദുഃഖം എന്ന് പറയുന്നു, അതുകൊണ്ടൊന്നും ചിന്തിക്കാതെ ആശിക്കാതിരിക്കുക എന്ന് പറയുന്നു, ഇതിലെന്ത് കണ്ടെത്താനാണ്, അവിടെ ഒന്നും ഉണ്ടാകില്ല എന്ന് കരുതുന്ന ഒരവസ്ഥ എനിക്കുണ്ടായി. പക്ഷെ ഞാൻ അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യക്കാരിൽ അത് കണ്ടിട്ടുമുണ്ട്. ബുദ്ധനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ജ്ഞാനിയായ ബുദ്ധനെ ആളുകൾ അറിയാതെ പോകാറുണ്ട്. കരുണാർദ്ദനായ ബുദ്ധനെ എല്ലാവരും അറിയുമ്പോഴും ഒരു സാമൂഹ്യ പരിഷ്കർത്താവായ ബുദ്ധനെ എല്ലാവരും അറിയുമ്പോഴും ജ്ഞാനിയായ ബുദ്ധന്, മഹാജ്ഞാനിയായ ബുദ്ധന്, മനുഷ്യ മനസ്സിന്റെ അന്തരാർത്ഥങ്ങളിലേക്ക് കടന്നുപോയി അതിൻ്റെ ആ ഒരു തുറന്ന വിശാലത കണ്ടെത്തുകയും മനുഷ്യ മനസ്സിന് എങ്ങനെ സ്വാതന്ത്ര്യത്തിൽ നിൽക്കാമെന്ന് കണ്ടെത്തുകയും ചെയ്ത ബുദ്ധനെ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. പലപ്പോഴും ഈ പാഠങ്ങൾ നേരെ മനസ്സിലാക്കാതെ പഠിച്ചത് കൊണ്ടാകാമെന്ന് കരുതുന്നു. എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചത്, പലർക്കും അങ്ങനെ സംഭവിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാഠത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരുമെന്ന് കരുതുന്നു. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാഠം കൊടുക്കുന്നത് തൻ്റെ കൂടെ അന്വേഷികളായിട്ട് കൂടി എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ദുഃഖത്തിനൊരു പരിഹാരം കണ്ടെത്തണമെന്നും പൂർണ്ണ ബോധത്തിലേക്ക് ഉദിച്ചുയരണമെന്നും ആഗ്രഹത്തിൽ പോയ ഈ 5 ശിഷ്യന്മാർക്കാണ്. ബുദ്ധനൊരു പാൽപായസം കുടിച്ചപ്പോൾ അതുപോലും സഹിക്കാൻ കഴിയാതെ വളരെ ജെന്യുവിനായിട്ട് തങ്ങളുടെ പരീക്ഷണം തുടർന്ന 5 പേർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠം കേൾക്കുമ്പോൾ അവരുടെ ആ തീവ്ര തപസ്യകളുടെ ഫലമായിട്ട് ഈ പാഠം കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉൾക്കാഴ്ച ഉണരാനും അവർക്ക് കഴിയുമായിരുന്നു. ഈ കൊണ്ടഞ്ഞ എന്ന് പറയുന്ന ആൾ ആ കാലത്ത് ബുദ്ധനേക്കാൾ പ്രായമുള്ള ആളാണ്. കാര്യം ബുദ്ധൻ ജനിച്ച സമയത്ത് ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഇത് കേൾക്കുകയും അപ്പോൾ തന്നെ ശ്രുതപന്യായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ അന്തരാർത്ഥം, ധർമ്മചക്ഷു എന്ന് പറയും, ആ സത്യങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയുന്ന ഒരവസ്ഥ ഉള്ളിൽ ഒതുക്കുകയും അതിനുശേഷം കാലക്രമേണ ആ പ്രാക്ടീസിലൂടെ ഒരു അർഹതനായിട്ട് മാറി എന്നുമാണ് പറയുന്നത്. അപ്പോൾ വളരെ ഒരു ചുരുക്കത്തിൽ ബുദ്ധൻ അവിടെ അവതരിപ്പിച്ച വാചകങ്ങൾ തന്നെ ഈ ബുദ്ധന്റെ ആത്മമിത്രങ്ങളായി കൂടെ ആ പരീക്ഷണങ്ങളിലൊക്കെ പങ്കെടുത്ത ഇവർക്ക് അത് വളരെ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇത് ഗ്രഹിക്കാനായിട്ട് കുറച്ചുകൂടി ശ്രമം വേണ്ടി വന്നെന്ന് വരാം. ബുദ്ധന്റെ ഈ ചതുർ ആര്യ സത്യങ്ങൾ എന്ന് പറയുന്നത് 4 സത്യങ്ങൾ എന്ന് പറയുന്നത് ദുഃഖ, സമുദയ, നിരോധ, മാർഗ സത്യങ്ങൾ എന്ന് പറയാം. ഇവിടെ ആര്യ എന്ന വാക്കിന്റെ അർത്ഥം, ആര്യ എന്നാൽ നോബിൾ എന്ന അർത്ഥമാണ്. ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം നൊബിലിറ്റി എന്ന് പറയുന്ന, ഒരാളുടെ ഉത്കൃഷ്ടത എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. തിരിച്ചറിവിലൂടെ മനസ്സിനെ ശാന്തിയും സമാധാനത്തിലും എത്തിക്കുന്നതും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സിനെ എത്തിക്കാൻ കഴിയുന്നതുമാണ്
ആര്യത്വം ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ അത് ജന്മം കൊണ്ടോ റേസ് കൊണ്ടോ വർണ്ണം കൊണ്ടോ ഒന്നും തന്നെ വരുന്നതല്ല. ബുദ്ധൻ ആര്യ എന്ന പദം ആ രീതിയിൽ ഉൾക്കാഴ്ച വന്ന അവസ്ഥയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ആര്യ സത്യം എന്നിവിടെ പറയുമ്പോൾ ആ ഉൾക്കാഴ്ച ഉള്ള അവസ്ഥ എന്നതാണ് ആര്യ സത്യം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആര്യ സത്യം എന്ന് പറയുന്നത് ദുഃഖം നേരെ മനസ്സിലാക്കുക. രണ്ടാമത്തേത് ദുഃഖ സമുദയ സത്യം, ദുഃഖത്തിന്റെ ഉദയം എങ്ങനെയുണ്ടാകുന്നു, എന്തുകൊണ്ട് മനുഷ്യന് ദുഃഖങ്ങളും അസ്വാസ്ഥ്യങ്ങളും വേദനകളും ഒക്കെയും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തേത് ആ ദുഃഖം ഇല്ലാത്ത അവസ്ഥ സാധ്യമാണോ എന്ന് മനസ്സിലാക്കുക. നാലാമത്തേത് മൂന്നാമത്തേതാണ് ദുഃഖ നിരോധ സത്യം, ദുഃഖമില്ലാത്ത അവസ്ഥ എന്ന സത്യം. നാലാമത്തേത് ദുഃഖ നിരോധ ഗാമിനി പടിപാത എന്നോ അല്ലെങ്കിൽ ദുഃഖ വിരോധ മാർഗ സത്യം എന്നോ പറയാം. അതായത് ആ ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ പോകാൻ കഴിയും എന്നുള്ള മാർഗം. ഈ 4 കാര്യങ്ങൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ബുദ്ധൻ തന്നെ പറയുന്നത്, ഒരു ബിഷഗ്വരൻ, ഒരു ഡോക്ടർ എങ്ങനെയാണ് ഒരു രോഗം നിർണ്ണയിക്കുന്നത്, ആ രോഗത്തിന് ചികിത്സ പറയുന്നത്, അതിനോട് സമമായ ഒരു രീതിയാണ് ബുദ്ധൻ അവിടെ എടുക്കുന്നത്. അതായത് ആദ്യം ഇപ്പൊ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ രോഗി വരുന്നത് ഒരുപക്ഷെ ഒരു ചെറിയ തലവേദനയായിട്ടായിരിക്കാം. അപ്പോൾ രോഗനിർണയം നടത്തിയില്ലെങ്കിൽ തലവേദനയ്ക്ക് വിക്സ് പുരട്ടാൽ മതി എന്ന് പറയാം. പക്ഷെ ഒരു ഡോക്ടർ ചെയ്യുക, റിക്കറിംഗ് ആയിട്ടൊരു തലവേദന ഉണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് എന്ന് അന്വേഷിക്കും. അതിൻ്റെ ആ ദുഃഖം ഈ തലവേദന മാത്രമാണോ അതോ തലവേദന ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണോ, കൂടുതൽ ഗഹനമായി നോക്കിയാൽ അവിടെ എന്താണ് രോഗാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതുപോലെയാണ് ബുദ്ധൻ ദുഃഖം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കിയതും നാം മനസ്സിലാക്കാത്തതുമായ ദുഃഖത്തിന്റെ, മനുഷ്യന്റെ മനസ്സിന്റെ അശാന്തിയുടെ തലങ്ങളൊക്കെയും കണ്ട് വെളിപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതും പലപ്പോഴും തെറ്റിദ്ധാരണക്കിടയാക്കാറുണ്ട്. കാരണം പൊതുവെ ആളുകൾ സുഖം വാഗ്ദാനം ചെയ്യുന്നു, ആനന്ദം വാഗ്ദാനം ചെയ്യുന്നു, മെഡിറ്റേറ്റ് ചെയ്ത് സുഖം നേടാം, സുഖത്തിന്റെ അനുഭവം ഉണ്ടാവാമെന്നാണ് പൊതുവെ ധ്യാനികൾ വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷെ ബുദ്ധൻ ആദ്യം വാഗ്ദാനം ചെയ്തത് നിങ്ങളുടെ ദുഃഖത്തിന്റെ ഏറ്റവും ആഴത്തട്ടുകൾ തിരിച്ചറിയണം. എന്നാൽ മാത്രമേ ആ ദുഃഖത്തിനെ ഉന്മൂലനാശനം ചെയ്യാൻ പറ്റുള്ളൂ. വിക്സ് പുരട്ടുന്ന പരിഹാരമല്ല ബുദ്ധൻ അവിടെ കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ദുഃഖത്തെ അറിയാതെ മറച്ചു വിടുന്നതിനുള്ള താൽക്കാലിക മയക്ക് മരുന്നുകൾ പോലത്തെ കാര്യങ്ങളല്ല അവിടെ കൊടുക്കുന്നത്. ബുദ്ധൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദുഃഖത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള മെഡിറ്റേഷൻ, എന്തെങ്കിലും രസകരമായിട്ട് കുറച്ചു നേരം ഇരിക്കാൻ, ഒരു സുഖവും ആഹാ എന്നൊക്കെ ഇങ്ങനെ അനുഭവിച്ചിട്ട് പോകാനുള്ള ഒരു മെഡിറ്റേഷൻ അല്ല ബുദ്ധൻ കൊടുക്കുന്നത്. ബുദ്ധൻ കൊടുക്കുന്നത് ആ ദുഃഖത്തിന്റെ അടിസ്ഥാനം, ഏറ്റവും ആഴത്തട്ടിൽ ആ മനസ്സിന്റെ അശാന്തി എന്താണെന്ന് തിരിച്ചറിയുക. അറിഞ്ഞു കഴിഞ്ഞാൽ ആ അശാന്തിയുടെ കാരണം മനസ്സിലാക്കുക, എന്നിട്ട് അത് മാറ്റുക. അങ്ങനെ മാറുമ്പോഴേ ഉന്മൂലനാശനം സംഭവിക്കുന്നുള്ളൂ ദുഃഖത്തിന്റെ. രണ്ടാമത്തെ സത്യം എന്നത് അതിന്റെ ഉദയം എങ്ങനെ വന്നു എന്നും ഉള്ളതിലേക്ക് പോകുന്നു. അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ ദുഃഖം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ട് നോക്കാം. നമുക്കൊക്കെ ദുഃഖം അറിയാം അല്ലെ? നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. ആദ്യം ബുദ്ധൻ പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാ. ജനനം തന്നെ, ഒരു കുഞ്ഞ് പൊതുവെ കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ജനനിക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെ വേദന നിറഞ്ഞതാണ്. അപ്പോൾ ശാരീരികമായ വേദനകളോട് കൂടിയാണ് ഒരാൾ ഈ ഭൂമിയിലേക്ക് വരുന്നത്. പിന്നെ പലതരം വ്യഥകളിലൂടെ നമ്മൾ വ്യാധികളിലൂടെ കടന്നു പോകുന്നുണ്ട്, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ വാർദ്ധക്യത്തില് പല ദുഃഖാനുഭവങ്ങളും വേദന ശാരീരികമായിട്ടുണ്ടാവും. മരണത്തിലും ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ജനനം, രോഗങ്ങൾ, വാർദ്ധക്യം, മരണം. ഇതിന്റെ പ്രത്യേകത, ഇനി മറ്റു പല ദുഃഖങ്ങളും നമുക്കുണ്ട്. ദാരിദ്ര്യത്തിന്റെ ദുഃഖമുണ്ടാകാം, വേർപാടുകളുടെ ദുഃഖമുണ്ടാകാം,
അല്ലെങ്കിൽ ഒരു വീടില്ലാത്തതിന്റെ ദുഃഖം ഉണ്ടാകും. ഇങ്ങനെ പല ദുഃഖങ്ങൾ ഉണ്ടാകാമെങ്കിലും ഈ കൊട്ടാരത്തിന്റെ സകല സുഖലോലുപതകളിലും കഴിയുന്നവർക്ക് പോലും ഒഴിവാക്കാൻ പറ്റാത്തതായി മനുഷ്യനെ ഗ്രസിച്ച് നിൽക്കുന്ന ദുഃഖമാണ് ജനനം, രോഗം, വാർദ്ധക്യം, മരണം. ഒരു മനുഷ്യനെയും നമ്മൾ അതിൽ നിന്ന് സ്വതന്ത്രമായി കാണുന്നില്ല. അപ്പോ എല്ലാവർക്കും ഉള്ളതും ആയ ഒരു ദുഃഖം, എല്ലാവരും ദുഃഖമെന്ന് സമ്മതിക്കുന്ന ചില ദുഃഖങ്ങളാണിത്. ഇതിന് ദുഃഖത എന്ന് പറയുന്നത്. നമ്മളൊക്കെ ദുഃഖമാണ് എന്നറിയുന്ന ദുഃഖത. ഇതിനു പുറമെ വേറെയും ദുഃഖങ്ങളുണ്ട്. നമുക്ക് അപ്രിയമായ ചിലതിനോട് ചേർന്നിരിക്കുന്നത് നമുക്ക് ദുഃഖമായിട്ട് അനുഭവപ്പെടുന്നു. പ്രിയപ്പെട്ടതിൽ നിന്ന് അകന്നിരിക്കുന്നതും ദുഃഖമായിട്ട് അനുഭവപ്പെടുന്നു. നമുക്ക് ആഗ്രഹമുള്ളത് കിട്ടാതിരിക്കുന്നതിനെയും ദുഃഖമായിട്ട് അനുഭവപ്പെടുന്നു. ഇവിടെ നമ്മൾ ദുഃഖം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മലയാളത്തിലെ പൊതുവെ ദുഃഖം എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ ദുഃഖത്തെ, ഒരു സാഡ്നെസ്സിനെയാണ് പൊതുവെ നമ്മൾ മലയാളത്തിൽ ദുഃഖം എന്ന് പറയുന്നത്. പക്ഷെ ബുദ്ധൻ ദുഃഖം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു മെന്റൽ സാഡ്നെസ് മാത്രമല്ല, ബോഡിയുടെയും മനസ്സിന്റെയും ഒക്കെയും ആ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള അവസ്ഥയാണ്. ഖം എന്നാൽ സ്പേസ്, സു എന്നുള്ളത്, ദു എന്ന് വെച്ചാൽ അവിടെ അൺപ്ലസന്റ്, ഒരു നെഗറ്റീവ്, സു എന്ന് വെച്ചാൽ പോസിറ്റീവ്. അപ്പോൾ ഒരു നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു അൺപ്ലസന്റ് ഫീലിംഗ് ആയിട്ടുള്ളതിന് ദുഃഖം എന്നും പ്ലസന്റ് ആയിട്ടുള്ളതിന് സുഖം എന്നും പറയും. അപ്പൊ ദുഃഖം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശാരീരികമായ വേദനകളാണ്, മനസ്സിന്റെയും വേദനകളാണ്. സുഖം ഇല്ലാത്ത, നമുക്ക് ഇഷ്ടപ്പെടാത്ത അവസ്ഥകളെയൊക്കെയും നമ്മളിവിടെ ദുഃഖം എന്ന് ഉദ്ദേശിക്കുന്നു. സുഖം എന്നാൽ നമുക്ക് പ്ലസന്റ് ആണ്, ഇത് കൊള്ളാം, നമ്മളത് എൻജോയ് ചെയ്യുന്നു, ആ അവസ്ഥയെ സുഖം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ദുഃഖ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കുറെ ദുഃഖങ്ങൾ നമുക്കുണ്ട്. ഇതിന് പുറമെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ദുഃഖം എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ സുഖം എന്ന് ചിന്തിക്കുന്ന കുറെ കാര്യങ്ങളും കൂടുതൽ ആഴത്തിൽ നോക്കുമ്പോൾ ദുഃഖമായിട്ട് വരും. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോ സുഖമാണ് ഒരു കാര്യം നമ്മൾ അനുഭവിക്കുന്ന സുഖമാണ്. പക്ഷെ കാലം കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഒരു ദുഃഖാനുഭവമായിട്ട് മാറുന്നു. വിപരിണാമ ദുഃഖം എന്ന് പറയാം. അതായത് കാലം കഴിയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ വഴി, അനിത്യ കൊണ്ട് ഇപ്പോൾ സുഖമായത് പിന്നീട് ദുഃഖമായി മാറും. ഉദാഹരണം പറയുമ്പോൾ, ഇപ്പൊ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം, ഇന്ന് ആ ഭക്ഷണം കഴിക്കുമ്പോൾ സുഖമായിരിക്കും. അതേ ഭക്ഷണം ഇരുന്ന് കേടായി കഴിഞ്ഞാൽ ആ ഭക്ഷണം സുഖമാണെന്ന് പറയാൻ പറ്റില്ല. ഒരു പുഷ്പം, അത് വിരിഞ്ഞു നിൽക്കുമ്പോൾ അത് കാണുന്നത് നല്ല സുഖമായിരിക്കാം, പക്ഷെ അത് വാടിക്കഴിയുമ്പോൾ അതേ പുഷ്പം നമുക്ക് കാഴ്ച ദുഃഖമായിട്ട് മാറുന്നു. മറ്റൊന്ന്, ഇനി അത് ആ പുഷ്പത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന മാറ്റമാണ്. ഇനി മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, നമുക്ക് തന്നെ ഇപ്പോ ഒരു ഭക്ഷണം എടുക്കുക, ആ ഭക്ഷണം നമുക്ക് വളരെ രുചികരമായിട്ട് തോന്നുന്നു, കഴിക്കുമ്പോൾ നല്ല സുഖം തോന്നുന്നു. പക്ഷേ നമ്മുടെ സുഖത്തിന്റെ അടിസ്ഥാനം ഈ ഭക്ഷണമാണെന്ന് കരുതി അതേ ഭക്ഷണം വീണ്ടും 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 ഒരേ സമയം കഴിച്ചുകൊണ്ടിരുന്നാൽ, നിർത്താതെ കഴിച്ചുകൊണ്ടിരുന്നാൽ, കുറെ കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ വയറിന് അസുഖമായിട്ട് മാറും. അപ്പോൾ സുഖം ആയിരുന്ന കാര്യം തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ദുഃഖമായിട്ട് മാറും. മറ്റൊന്ന്, നമുക്കിപ്പോ ഇരിക്കുന്നത് സുഖമായിരിക്കും, കുറച്ച് കഴിഞ്ഞ് കാല് കഴിക്കുമ്പോൾ ഇരിക്കുന്നത് ദുഃഖമായിരിക്കും, നിൽക്കുന്നതാകും സുഖം. നിന്ന് കാല് കഴിക്കുമ്പോൾ നിൽക്കുന്നത് ദുഃഖമാകും, ഇരിക്കുന്നതാകും സുഖം. അപ്പൊ ഇതിലെ പ്രത്യേകത, നമ്മൾ ഒരു കാര്യത്തെ കണ്ടിട്ട് ഇത് സുഖമാണെന്ന് കരുതുന്നു, പക്ഷേ അതേ കാര്യം മറ്റൊരവസ്ഥയിൽ നമുക്ക് ദുഃഖമായിട്ടും അറിയാൻ കഴിയും. അപ്പൊ യഥാർത്ഥത്തിൽ അത് സുഖമല്ല, ഒരു സമയത്ത് നമ്മുടെ മനസ്സിന് അത് സുഖം തരുന്നതന്നെ ഉള്ളൂ. പക്ഷെ ആ വസ്തുവിന്റെ ഒരു നേച്ചറാണ് ആ സുഖം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മറ്റൊരു അവസ്ഥയിൽ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യുമ്പോൾ അതേ കാര്യം നമുക്ക് ദുഃഖമായിട്ടും അനുഭവപ്പെടും. അപ്പോ അനിത്യമായതുകൊണ്ട്, മാറ്റങ്ങളിൽ കൂടെ പോകുന്നത് കൊണ്ട്
ചില കാര്യങ്ങൾ ദുഃഖമാകാം, സുഖം ദുഃഖമായി പരിണമിക്കാം. ഇത് തിരിച്ചറിയുമ്പോഴാണ് പലപ്പോഴും പഴയ ഇന്ത്യയിലൊക്കെ ഒരുപാട് ധ്യാനിമാർ അല്ലെങ്കിൽ അന്വേഷിമാർ, സത്യാന്വേഷിണിമാർ, ശ്രമണരും ഒക്കെയും ഇതിനൊക്കെ അപ്പുറത്ത് എന്തെങ്കിലും കണ്ടെത്തണമെന്ന് കരുതി പോകാറുണ്ടായിരുന്നത്. കാരണം മാറ്റം വരുന്ന ഈ ഇന്ദ്രിയാനുഭൂതികളിൽ വരുന്ന എന്തിനും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റം വരുന്നതിനെ ആശ്രയിച്ച് നമുക്ക് സുഖം നേടണമെന്ന് കരുതിയാല് കുറച്ചു കഴിയുമ്പോൾ അത് ദുഃഖമായി പരിണമിക്കും. പിന്നൊന്ന് സുഖം എന്നുള്ള കാര്യത്തിന്റെ മറ്റൊരു തരം ദുഃഖം ഇതാണ്. നമുക്ക് പ്രിയപ്പെട്ട ഒന്ന് കൂടെയുള്ളപ്പോൾ നമുക്ക് സുഖമുണ്ട്, അതേസമയം അത് വേർപെട്ടു പോകുമോ എന്ന് ആലോചിക്കുമ്പോൾ അവിടെ ദുഃഖവും വരുന്നു. അപ്പോ ഇപ്പൊ ധനമാകട്ടെ, ഐശ്വര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആൾക്കാർ ചുറ്റുമുള്ള ഉണ്ടാകതാകട്ടെ, അതൊക്കെ ഉള്ളപ്പോഴും ഇതെപ്പോൾ വേർപെട്ടു പോകുമെന്ന ആകുലത ദുഃഖവും കൊണ്ടുവരുന്നുണ്ട്. സുഖം തന്നെ അവിടെ ദുഃഖവും കൊണ്ടുവരുന്നു. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ ചിലരാണ് ഇതിനൊക്കെ അപ്പുറത്ത് മാറ്റമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ വയ്ക്കാമെങ്കിൽ അവിടെ പൂർണ്ണമായ സുഖം കണ്ടെത്താമെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷെ ബുദ്ധൻ പറയുന്നത് അവിടെയും ഉണ്ട് ദുഃഖം എന്നുള്ളതാണ്. മൂന്നാമത്തേതായ ദുഃഖം ബുദ്ധൻ പറയുന്നതാണ് സങ്കര ദുഃഖം അഥവാ സംസ്കൃത ദുഃഖം. അതായത് നമ്മൾ കൂട്ടിച്ചേർത്ത് ബലപ്രയോഗത്താൽ സൃഷ്ടിച്ചെടുക്കുന്ന എന്തിനും അതിൻ്റെ നേച്ചർ ദുഃഖമാണ്. കാരണം നമ്മൾ ഒരുപാട് എഫർട്ട് ഇട്ടാണ് ആ ഒരു സുഖത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. ആ എഫർട്ടിന്റെ കണക്ക് നോക്കുമ്പോൾ, നമ്മളിട്ട എഫർട്ടും ആ ഒരു പരിശ്രമത്തിന്റെ കണക്ക് നോക്കുമ്പോൾ അതിൽ വന്ന സുഖം, അതിലെ നൈമിഷികമായ സുഖം എന്ന് പറയുന്നത് ഒന്നുമായിരിക്കില്ല. നമ്മുടെ ആ ശ്രമത്തിന്റെ ദുഃഖം നമ്മൾ പൊതുവെ തിരിച്ചറിയാറില്ല എന്നുള്ളതേ ഉള്ളൂ. ധ്യാനികൾ തിരിച്ചറിയും. കൂടുതൽ ആഴത്തിലെ ധ്യാനത്തിൽ പോകുമ്പോഴേ പൊതുവെ അത് തിരിച്ചറിയുള്ളൂ. പൊതുവെ നമ്മൾ അത് തിരിച്ചറിയാതെ പോകും. അതിനൊരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പോ നമ്മുടെ കയ്യിലൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ ഡെബിറ്റ് കാർഡും കൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു, ഷോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് സുഖം അറിയുന്നു, പക്ഷേ കാർഡിൽ നിന്ന് അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് കാശ് പോയിക്കൊണ്ടിരിക്കുന്ന അറിയാതിരിക്കുന്നു. ഇപ്പൊ കുറെ നാൾ അതിന്റെ മറുവശം നമ്മൾ കാണുന്നേയില്ല. ആ ഷോപ്പ് ചെയ്യാനുള്ള എല്ലാം കയ്യിലുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കാം. അവസാനം കാർഡിലെ ക്യാഷ്, അക്കൗണ്ടിലെ ക്യാഷ് മുഴുവൻ പോയി കഴിയുമ്പോഴായിരിക്കും അയ്യോ ഇത് മുഴുവൻ തീർന്നല്ലോ എന്നറിയാം. അതുപോലെയാണ് നമ്മൾ എഫേർട്ട് ഇട്ട് ഒരു തീവ്രമായ എഫർട്ടുകളിലൂടെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സുഖം, ഒരു നമ്മുടെ പുണ്യ സംഭാരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളുടെയൊക്കെ ഫലമായിട്ട് ചില സമയത്ത് നമ്മൾ നല്ല സുഖകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകും. പക്ഷെ ആ സുഖത്തിനൊപ്പം തന്നെ ആ സുഖത്തിലേക്ക് നമ്മളെ എത്തിച്ച കർമ്മങ്ങളും ആ പുണ്യങ്ങളും അവിടെ തീർന്നു പോവുകയാണ്. അപ്പോൾ അവിടെ വീണ്ടും ദുഃഖത്തിന്റെ അവസ്ഥ നിലനിന്ന് വരും. ഇതിനെയാണ് സങ്കര ദുഃഖം എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഇത് ഒരു അല്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോയിന്റ് ആയതുകൊണ്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചില ചോദ്യങ്ങൾ ഇപ്പോ ഉത്തരം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതിയാണ്. വീണ ചോദിച്ചിട്ടുണ്ട്, സങ്കര ദുഃഖം സെക്കൻഡറി ദുഃഖം അല്ലേ കൂടുതൽ ശരി? സെക്കൻഡറി എന്ന് പറയാമെങ്കിലും പക്ഷേ നമ്മൾ ആഴത്തിൽ പോകുമ്പോൾ അത് കുറച്ചുകൂടെ ഞാൻ വിശദമാക്കാം. മനസ്സിന്റെ ഒരു അടിത്തട്ടിലെ ഒരു അശാന്തിയായിട്ട് അത് നിലനിൽക്കുന്നു എന്നതിലാണ് അത് ദുഃഖമാകുന്നത്. ഇനി ഞാൻ അവിടെ വിട്ടുപോയ ഒരു കാര്യം കൂടി ഇവിടെ പറയാം. ഈ വിഷയം ഇപ്പൊ നമ്മൾ ഒരു ദുഃഖം നമ്മൾ അനുഭവിക്കുന്ന ആളിന് ഇതിനേക്കാൾ ആഴത്തിൽ ഒരുപാട് ദുഃഖമുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് നമുക്ക് തോന്നും ഇത്രയും ആഴത്തില് ഇത്രയും ഇവിടെ ദുഃഖം ഉണ്ടെന്ന് പറയേണ്ട കാര്യം ബുദ്ധനുണ്ടോ എന്ന്. അതുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ ദുഃഖങ്ങൾക്ക് അപ്പുറത്ത് മോചനം നേടുന്ന അവസ്ഥയിലാണ് നമ്മുടെ മനസ്സിന്റെ തനതായ സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ഇത് അത്തരമൊരു സുഖം ഇല്ലെങ്കിൽ ബുദ്ധൻ ഇതിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഇതിന് പരിഹാരമുള്ളത് നമ്മുടെ മനസ്സിന്റെ തനതാവസ്ഥ തന്നെ സുഖ നിറഞ്ഞ ഒന്നാണ്. അതറിയുമ്പോഴാണ് നമുക്ക് ഈ ദുഃഖത്തിലേക്ക് വരാം. ആ ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരാം. ജോസിന്റെ ചോദ്യം ഒന്ന് കണ്ടിന്യൂ ചെയ്യോ?
ആ ഞാൻ ചോദിച്ചതേ ഇപ്പൊ ആ കേൾക്കുന്നുണ്ടോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. അതായത് നമ്മൾക്ക് ഇതിനകത്തൊരു എഫർട്ട് വരുന്നുണ്ട് ധ്യാനം ചെയ്യുമ്പോൾ, ആ ധ്യാനികൾ ചെയ്യുമ്പോൾ. ആ ബുദ്ധൻ ചെയ്യുന്നതല്ല, ആ ധ്യാനികൾ ചെയ്യുന്നു. അതെ അതെ ആ എഫർട്ട് യഥാർത്ഥത്തിൽ അത് ഭയങ്കര പരിശ്രമമാണ്. അതെ 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 അതും ദുഃഖമാണ് എന്നാണ് ബുദ്ധൻ പറഞ്ഞത്, അല്ലേ? തീർച്ചയായും തീർച്ചയായും അതെ അതെ. Yes. അത് ഞാൻ ഇപ്പൊ കുറച്ചുകൂടെ ശരിയാണ്, അത് ഇനി ഞാൻ ശരിയാണ്. അതിനി കുറച്ചുകൂടെ ഞാൻ വിശദമാക്കാം. അതായത് നമ്മുടെ മനസ്സിന്റെ തനത് അവസ്ഥ, നമ്മള് മനസ്സിന്റെ ആ ഒരു ഒറിജിനൽ നേച്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെ ലാളിത്യമാർന്നതും വളരെ സുഖകരവുമായ ഒന്നാണ്. മനസ്സിന്റെ തനത് അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ പരമമായ ആനന്ദം നിറഞ്ഞ ഒന്നാണ് മനസ്സിന്റെ അവസ്ഥ. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിനെ നേരിട്ട് അറിയാൻ കഴിയാത്ത വിധത്തില് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എവിടെയോ ഒന്ന് എനിക്ക് സുഖം നൽകുന്നതാണ്. അനുനിമിഷം നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു സുഖം കണ്ടെത്താം, അവിടെ ഒരു സുഖം കണ്ടെത്താം, ഇപ്പുറത്തൊരു സുഖം കണ്ടെത്താം. ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് നോക്കിയാണ് നമ്മുടെ ജീവിതം നിറയ്ക്കാൻ നോക്കുന്നത്. സാധാരണഗതി ലൗകിക ജീവിതത്തിൽ നമ്മൾ നോക്കുന്നത് ഇന്ദ്രിയ വിഷയങ്ങളിൽ ഓരോന്നിലൂടെയും പോയിട്ട് ഇതാണ് എൻ്റെ സുഖത്തിന്റെ അടിസ്ഥാനം, ഇതാണ് എൻ്റെ സുഖത്തിന്റെ അടിസ്ഥാനം, ഇത് ഒഴിവാക്കിയാൽ എനിക്ക് സുഖം കിട്ടും, ഇത് കിട്ടിയാൽ സുഖം കിട്ടും, ചിലത് ഒഴിവാക്കുക, ചിലത് കിട്ടുക. ഇങ്ങനെ നമ്മൾ ഓരോ നിമിഷവും പുറത്തേക്ക് നോക്കി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ നമ്മള് മനസ്സിന്റെ തനത് സ്വഭാവമായ ആ സുഖം അറിയാറേയില്ല. പക്ഷെ ഈ അന്വേഷണത്തില് നമുക്ക് ചിലത് കിട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാവും, അപ്പൊ നമുക്കൊന്ന് ആഹാ നന്നായി. ചിലപ്പോൾ കിട്ടാത്തപ്പോൾ ദുഃഖം ഉണ്ടാകും, അപ്പോൾ നമ്മൾ കരുതും അയ്യോ ഇതെന്താ എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ചിലപ്പോൾ വിഷാദത്തിലേക്ക് പോകും. വീണ്ടും ചിലത് കിട്ടുമ്പോൾ സുഖം ഉണ്ടാവും. പക്ഷെ ഈ അന്വേഷണത്തിൽ ഇങ്ങനെ പരതുന്നതിനിടയിൽ നമ്മൾ അറിയാതെ പോകുന്നത് ഇതിനൊക്കെ അപ്പുറത്ത് ഇതൊന്നുമില്ലാതെയും ഇതൊക്കെ ഉള്ളപ്പോഴും ശരി ഇല്ലാത്തപ്പോഴും ശരി അവിടെയൊക്കെ നിറയുന്ന ഒരു സുഖാനുഭൂതി, ശാന്തി നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ആ ശാന്തി തിരിച്ചറിയാത്തപ്പോ നമ്മുടെ മനസ്സിന് ഒരു അടിസ്ഥാനമായ റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്, ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്, അശാന്തി എന്ന് പറയാം. ആ റെസ്റ്റ്ലെസ്നെസ്സിനെയാണ് സങ്കര ദുഃഖം എന്ന് പറഞ്ഞത്. ഇപ്പൊ ബീന ഇവിടെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അവിടെയാണ് വരുന്നത്. സെക്കൻഡറി ദുഃഖം അല്ലേ എന്ന് ചോദിച്ചാൽ അല്ലാതാകുന്നത് ഇതുകൊണ്ടാണ്. കാരണം അതാണ് പ്രൈമറി ദുഃഖം. നമ്മുടെ മനസ്സിന്റെ ആ റെസ്റ്റ്ലെസ്നെസ്സിന് മുകളിലാണ് നമ്മൾ എന്നാൽ പിന്നെ ഇവിടെ സുഖം കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ സുഖം കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്നിന്റെ പുറകെ പോകുന്നതും ചിലപ്പോൾ അത് സുഖം കിട്ടുന്നതും ചിലപ്പോൾ കിട്ടാതിരിക്കുന്നതും. ഇതിന് മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരിടത്ത് കുറെ ഗാർബേജ് അടിഞ്ഞുകൂടി കിടക്കുക. ഒരുപാട് ഗാർബേജ് അടിഞ്ഞുകൂടി കിടക്കുന്നിടത്ത് വളരെ ദുർഗന്ധം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് പരിഹാരം കാണാൻ ഒരു വഴി അവിടെ പോയി കുറച്ച് പെർഫ്യൂം അടിക്കുക. ഗാർബേജിന്റെ ദുർഗന്ധം സഹിക്കാൻ വയ്യാതാകുമ്പോൾ അവിടെ കുറച്ച് പെർഫ്യൂം അടിക്കുക. പെർഫ്യൂം അടിക്കുമ്പോൾ സുഖം കിട്ടും. കുറച്ച് കഴിഞ്ഞിട്ട് ആ പെർഫ്യൂം പോകുമ്പോൾ വീണ്ടും നാറ്റം വരുമ്പോഴത്തേക്ക് ദുഃഖമാകും. വീണ്ടും പെർഫ്യൂം അടിക്കുക, അപ്പൊ സുഖം കിട്ടും. അപ്പോൾ വീണ്ടും ആ പെർഫ്യൂം പോകുമ്പോൾ നാറ്റം വരും. അപ്പോൾ ആഴത്തിൽ പോകാത്ത ഒരാൾക്ക് പറയാം അപ്പോൾ ഈ പെർഫ്യൂമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം, ഈ പെർഫ്യൂം ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ ജീവിതം സുഖകരമാകണമെങ്കിൽ ഈ ചുറ്റുപാടും പെർഫ്യൂം അടിക്കുക. പക്ഷേ ബുദ്ധൻ പറയുന്നു അല്ലല്ല, അവിടെ കിടക്കുന്ന ഗാർബേജ് ആണ് യഥാർത്ഥ പ്രശ്നം. ഈ പെർഫ്യൂം അടിക്കുന്ന ശ്രമം പോലും യഥാർത്ഥ ദുഃഖമാണ്. കാരണം നിങ്ങൾ പെർഫ്യൂം അടിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നു, പക്ഷെ അതിനുവേണ്ടി ചെലവഴിക്കുന്ന എഫർട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ നമ്മൾ ഗാർബേജ് നീക്കി ശീലമില്ലെങ്കിൽ നമ്മൾ കരുതും ആ എഫർട്ട് വളരെ വರ್ತല്ലേ, കാരണം ആ എഫർട്ടിൽ കൂടി അല്ലേ നമുക്ക് സുഖം കിട്ടിയത്, പെർഫ്യൂം അടിച്ചത് കൊണ്ടല്ലേ നമുക്ക് നാറ്റം മാറി കിട്ടിയതെന്ന് കരുതും. എന്നാൽ നമ്മൾ ആ ഗാർബേജ് ഒന്ന് മാറ്റിയാലോ, ആ ഗാർബേജ് അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെർഫ്യൂം അടിക്കേണ്ടി വരില്ല. പെർഫ്യൂം അടിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അവിടെ നമുക്ക് സുഖമുണ്ടാകും. അപ്പോൾ അതുപോലത്തെ ഒരു കാര്യമായത് നമ്മുടെ മനസ്സിന്റെ ആ അടിസ്ഥാനത്തിലുള്ള ആ ഒരു അശാന്തി, ആ അശാന്തി കടന്നു പോയി മനസ്സിന്റെ തനത് രീതി, തനത് സ്വഭാവം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ
അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അയ്യോ ഇപ്പോ അതിനു മുമ്പ് ഈ അശാന്തിയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെയും ദുഃഖം തന്നെയല്ലേ എന്ന്. കാരണം അതിന്റെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. പക്ഷെ ആ അശാന്തി, അടിസ്ഥാന അശാന്തി കാണാത്തപ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലും കാര്യം വെളിയിൽ വേണം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സിന് സുഖം വേണമെന്ന് തോന്നും. ഒരു ചോദ്യം കൂടിയുണ്ട്. ദുഃഖം ഉപരിപ്ലവവും സുഖം ശാശ്വതവും എന്നറിയുക എന്നതാണ് നിർവൃതി. ശരിയാണ്. ദുഃഖം വളരെ ഉപരിപ്ലവമാണ്. നമ്മൾ ആ തിരിച്ചറിയാതിരിക്കുമ്പോൾ മാത്രം വരുന്ന ഒന്നാണ് ദുഃഖം. നമ്മുടെ മനസ്സിന്റെ തനത് രീതി എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ സുഖമാണ്. അത് നമ്മൾ ധ്യാനത്തിൽ ഒളിക്കുമ്പോൾ മാത്രമല്ല സുഖം, ഏത് സാഹചര്യത്തിൽ ഇടപെടുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എല്ലാ നമ്മുടെ ഇടപെടലുകളിലും നമ്മുടെ മനസ്സിന് ആ ശാന്തി നിലനിൽക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞു, നമ്മുടെയൊക്കെ മനസ്സിന്റെ അടിസ്ഥാന ഒരു ചേതോ വികാരം എന്ന് പറയുന്നത് നമുക്ക് ദുഃഖം ഒഴിവാക്കണം, സുഖം വേണം. സ്വാസ്ഥ്യം, സുഖം, സന്തോഷം, സംതൃപ്തി, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതേസമയം അസ്വാസ്ഥ്യം, ദുഃഖം, വേദനകൾ, അസംതൃപ്തികൾ, ഇതൊക്കെ വ്യാകുലതകൾ, വിഷാദം, ഇതൊക്കെ നമ്മൾ എല്ലാവരും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിലാണ് നമ്മളെയൊക്കെയും ഒരുമിപ്പ് എന്നും പറഞ്ഞു. ഇവിടെ പറയുന്നത് അതിൻ്റെ തന്നെ മറ്റൊരു ചിത്രമാണ്. ആ അടിസ്ഥാന ചേതോവികാരം പോലും, ആ ഒരു സ്വാസ്ഥ്യം വേണം, അസ്വാസ്ഥ്യം ഒഴിവാക്കണം എന്നുള്ള നമ്മുടെ ആ ഒരു മനസ്സിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആ ഒരു അശാന്തി, അതിനെ തന്നെ നമുക്ക് അശാന്തിയായിട്ട് കാണാം. ഒരു തരത്തിൽ പറഞ്ഞാൽ അതാണ് നമ്മളെ പെർഫെക്റ്റ് ചെയ്യിക്കുന്ന ഒന്ന്, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്ന്. അതേസമയം ഉള്ളിലെ ആ ഒരു തനത് സുഖം അറിയാത്തത് കൊണ്ടാണ് ഇത് വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ നമ്മുടെ അശാന്തി എന്ന് പറയുന്നത് ഈ മനസ്സിന്റെ ആ സുഖത്തിനെ അറിയാതെ എന്തിലോ സുഖം കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോകുന്നതിനാണ് ആ അടിസ്ഥാനപരമായ ദുഃഖം എന്ന് പറയുന്നത്. അതാണ് സങ്കര ദുഃഖം. നമ്മൾ എന്തിനെയോ ഒക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ, എന്തൊക്കെയോ ആയി തീരുമ്പോൾ അവിടെ സുഖം ഉണ്ടാകുന്നു കരുതുന്നു. ചിലപ്പോൾ ആ സുഖം കിട്ടുന്നു, ചിലപ്പോൾ കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണമായി മാറും. ഉദാഹരണത്തിന് നമുക്ക് എല്ലാം വിട്ട് നമ്മുടെ മനസ്സിന്റെ നേച്ചറുമായിട്ടൊരു അല്പനേരം ഇരിക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടാകാറുണ്ട് അല്ലേ? നമ്മള് ജോലി തിരക്കുകളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ ഒരു തിരക്കുമില്ലാതെ ഒരിടത്തിരുന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ എന്തെങ്കിലും കണ്ടുപിടിക്കും ഇനിയൊന്ന് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഉറങ്ങിപ്പോകും. പക്ഷെ എൻ്റെ മനസ്സിന്റെ ആ തനത് സുഖം അറിഞ്ഞിവിടെ ഇരിക്കാമെന്ന് നമ്മളപ്പോൾ പറ്റാറില്ല. പൊതുവെ പറ്റുന്നത് നമുക്ക് നമ്മളെ തന്നെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നതുപോലെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പുതിയ ടാസ്കുകൾ കണ്ടെത്തും, എവിടെയെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിട്ട് നമ്മൾ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തി അവിടെയൊക്കെയും ജീവിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അത് സാധ്യമല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്തങ്ങ് ഉറങ്ങിപ്പോകും. അതിൽ രണ്ടിനും അപ്പുറത്താണ് ആ ഒരു നമുക്ക് നമ്മളെ തന്നെ ഫേസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അശാന്തി ഉണ്ടല്ലോ, അത് കടന്നു പോയാലാണ് നമുക്ക് ആ സുഖം അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്രയും തീവ്രമായ, അതേസമയം വളരെ ലളിതമായി വന്ന് നിറയുന്ന ആ ഒരു പരമമായ സുഖത്തിന്റെ അവസ്ഥ നമ്മുടെ മനസ്സിന്റെ തനതവസ്ഥയാണ് എന്നുള്ളത് കൊണ്ടാണ് ബുദ്ധൻ അതിന് ആ ആഴത്തിൽ ദുഃഖം മനസ്സിലാക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഇത് മനസ്സിലാകാത്തപ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ബുദ്ധൻ ദുഃഖത്തെ നമുക്കൊരു ചെറിയ തലവേദനയായിട്ട് പോകുമ്പോൾ എന്തിനാണ് ഇത്രത്തോളം ആഴത്തിൽ ചിന്തിക്കുന്നത്? ഒരു ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ, ഒരു ചെറിയ തലവേദനയായിട്ട് കാണുമ്പോൾ ഡോക്ടർ ടെസ്റ്റ് നടത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഈ ടെസ്റ്റ് ഒക്കെ വേണമോ, ഇനി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചാൽ ബുദ്ധിമുട്ടാകില്ലേ? പക്ഷെ കണ്ടുപിടിക്കുന്നത് പരിഹാരമുള്ള ഒരു കാര്യമാണെങ്കിലോ, ഉദാഹരണത്തിന് കുറച്ച് പ്രഷർ കൂടിയതാണ് തലവേദനയ്ക്ക് കാരണം എന്നാണ് ഡോക്ടർ കണ്ടെത്തുന്നതെങ്കിൽ ആ പ്രഷറിന് പരിഹാരമുണ്ട്, അപ്പോൾ തലവേദന മാറുന്നു, അപ്പോൾ നമുക്ക് സുഖമാവുന്നു. അതുപോലത്തെ ഒരു കാര്യമായത്. അപ്പൊ അടിസ്ഥാനപരമായ മനസ്സിന്റെ അശാന്തിയാണ് നമ്മുടെ ജീവിതത്തിലെ മറ്റെല്ലാ ദുഃഖത്തിനും കാരണം. അതിനപ്പുറത്ത് നമുക്ക് നിത്യമായ ഒരു സുഖം കണ്ടെത്താൻ കഴിയും. അത് ബുദ്ധൻ കാണിച്ചു തരുമ്പോൾ ആ പരിഹാരം അവിടെ ഉള്ളത് കൊണ്ടാണ് ആ ആഴത്തിലുള്ള ദുഃഖത്തിന്റെ അന്വേഷണം വളരെ പോസിറ്റീവായിട്ട് മാറുന്നത്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ദുഃഖത്തിന് ഇത്രയും ആഴത്തിൽ നോക്കുന്നത്
ഒരു ഡിപ്രസീവ് ആണെന്നോ ഒരു നെഗറ്റീവ് അപ്രോച്ച് ആണെന്നോ തോന്നാമെങ്കിലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളത് അപ്രോച്ചാണ്. കാരണം ഓപ്പിയത്തിൽ നിർത്താതെ അല്ലെങ്കിൽ വിക്സിൽ നിർത്താതെ വളരെ ആഴത്തിൽ തന്നെ നമ്മുടെ ദുഃഖം തിരിച്ചറിയുകയും അതിന്റെ കാരണം കണ്ടെത്തി കാരണം മാറ്റുക വഴി സുഖത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് അത് സംഭാവ്യമാകുന്നത്. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ ദുഃഖം എന്തുകൊണ്ടുണ്ടാകുന്നു, ആ മനസ്സിന്റെ ആ അശാന്തി, ആ റെസ്റ്റ്ലെസ്നെസ്, ഫണ്ടമെന്റൽ റെസ്റ്റ്ലെസ്നെസ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിലേക്ക് പോകുമ്പോൾ അവിടെ ബുദ്ധൻ പറയുന്നതാണ് തൃഷ്ണ. നമ്മൾ പൊതുവെ സ്കൂളിൽ പഠിച്ചത് ആശയാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്നാണ്. പക്ഷെ സത്യത്തിൽ ബുദ്ധൻ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് തൃഷ്ണ, തൻഹ. തൻഹ അഥവാ തൃഷ്ണ എന്ന് പറഞ്ഞാൽ ദാഹം. വെറും തൃഷ്ണയുമല്ല. ബുദ്ധൻ അവിടെ പറയുന്നത് നന്തിരാഗ സമാഗത തൃഷ്ണ എന്നാണ്. നന്തിരാഗ, നന്ദ എന്ന് വെച്ചാൽ ആനന്ദം, സുഖം, അതിനോടുള്ള പാഷൻ. രാഗം എന്ന് വെച്ചാൽ പാഷൻ. നമുക്ക് ഇതാണ് സുഖം തരിക, എൻ്റെ ജീവിതത്തെ ഫുൾഫില്ല് ചെയ്യുന്നത് ഇതാണ്, അത്തരം ഒരു പാഷനോടുകൂടി. വെറും ദാഹമല്ല, വെറും ഒരു ആഗ്രഹമല്ല. ഇപ്പൊ എനിക്ക് ദാഹിക്കുന്ന, കുറച്ച് വെള്ളം കുടിക്കണം എന്ന് ചിന്തിക്കുന്നു, ഒരാശ വരുന്നു എനിക്ക് വെള്ളം കുടിക്കണം. ഈ ആശയല്ല അവിടെ പ്രശ്നം. പക്ഷെ ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം, ഇതാണ് എൻ്റെ ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിൽ നന്ദിരാഗം, ഇതാണ് എൻ്റെ സന്തോഷം എന്നുള്ളതിൽ ഒരു പാഷൻ വരികയും ആ പാഷനോടുകൂടി തീവ്രമായ ഒരു ദാഹം അവിടെ ഉദിക്കുക, തൃഷ്ണ ഉദിക്കുകയാണ്. അത് എൻ്റെ അസ്തിത്വം തന്നെയായി മാറുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം തന്നെയായി മാറുന്നു. അപ്പൊ നമ്മൾ ഓരോ സമയവും നമ്മൾ പാഷനേറ്റ് ആയിട്ട് ലോകത്ത് ഇടപെടുമ്പോൾ ഇതാണ് എൻ്റെ ജീവിതം, ഇതിലാണ് ഞാൻ നിലനിൽക്കുന്നത്, ഇതാണ് എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് ഇടപെടുമ്പോൾ നമ്മൾ ഉള്ളിൽ വളർത്തിയെടുക്കുന്നത് മനസ്സിന്റെ പുതിയ പുതിയ അശാന്തികളുടെ പുഷുകളാണ്. വീണ്ടും വീണ്ടും നമ്മൾ ഓരോ അനുഭവങ്ങളുടെ പുഴയിലേക്ക് വീഴുന്നതിനുള്ള പുഷുകളാണ് അകത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ പുഷുകളിൽ നിന്ന് നമുക്ക് തോന്നും അത് പോസിറ്റീവ് അല്ലേന്ന്. അതെ, ചിലപ്പോൾ പോസിറ്റീവുമാണ്. കാരണം ഇതിന്റെ ഫലമായിട്ട് പിന്നെ വന്നു ചേരുന്ന അനുഭവങ്ങളിൽ ചില സമയത്ത് വളരെ സുഖകരമായ അനുഭവങ്ങളും ഉണ്ടാകും. ബുദ്ധൻ പറയുന്ന തത്ര അഭിനന്ദനങ്ങൾ വരുന്നതെന്നാണ്. അതായത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ അതിനെ റിജോയ്സ് ചെയ്യുന്ന അനുഭവങ്ങൾ അതിൽ വരും. നമ്മളിങ്ങനെ ഇതാണ് എൻ്റെ ജീവിതം എന്ന് ഇങ്ങനെ പാഷനേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ വളരെ റിജോയ്സ്മെന്റ് തോന്നുന്ന വിധത്തിൽ ഇത് കൊള്ളാം എന്ന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും. പക്ഷെ മറ്റു ചിലപ്പോൾ അയ്യോ ഇതൊന്നും നടന്നില്ലല്ലോ എന്നുള്ള വേദനകളും ദുഃഖങ്ങളും അസംതൃപ്തികളും ഒക്കെയും വരും. അപ്പോൾ ആ തലത്തിലാണ് ഇവിടെ തൃഷ്ണ എന്ന് പറയുന്നത്. ആശ എന്ന് നമ്മൾ പൊതുവെ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ എനിക്കൊരാഗ്രഹം വരുന്നു, വെള്ളം കുടിക്കണം എന്നൊരാഗ്രഹം വരുന്നു എന്നാൽ അത്രയും നിസ്സാര തലത്തിലല്ല, ആ ഒരു തീവ്രത അതിന്. ആ തീവ്രതയുടെ പ്രധാന ഭാഗം ഇതാണ്. അവിടെ ഇതില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വരുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് ആ തൃഷ്ണയുടെ സ്വഭാവം. 3 തരത്തിലുള്ള തൃഷ്ണ ബുദ്ധൻ പറയുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പൊതുവെ അറിയുന്നത് കാമ തൃഷ്ണ എന്ന് പറയും. അതായത് സെൻഷ്വൽ എൻജോയ്മെന്റ്സിലുള്ള ഒരു ഡീപ്പ് ക്രേവിങ്. ഇവിടെ ഡിസയർ എന്നുള്ളതിനപ്പോൾ ഒരു ക്രേവിങ് ആണത്. അപ്പോൾ ഒരു സെൻഷ്വൽ ഡിസയേഴ്സിന്, അതായത് നമ്മുടെ ഇന്ദ്രിയാനുഭൂതികൾ പലത് വരുന്നതിൽ ഇത് കിട്ടിയാൽ കൊള്ളാം, അത് കിട്ടിയാൽ കൊള്ളാം, ഇതാണെങ്കിൽ എനിക്ക് സുഖമായി, അല്ലെങ്കിൽ ഈ കാര്യം ഞാൻ ചെയ്താൽ, അല്ലെങ്കിൽ ആളുകൾ എന്നെ ഈ കാര്യത്തിൽ ഞാൻ മിടുക്കനാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമായി, എൻ്റെ ജീവിതം അർത്ഥവത്തായി. ഇങ്ങനെ നമ്മൾ ഓരോന്നിലൂടെയും പോകുമ്പോൾ വരുന്ന ആ ഒരു തൃഷ്ണ, അതാണ് കാമതൃഷ്ണ. രണ്ടാമത്തേത് ഭവതൃഷ്ണ. അതായത് എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള, അസ്തിത്വത്തിന്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആഗ്രഹം. അതായത് ഞാൻ ഇന്നതാണ്, ഞാൻ ഇങ്ങനെ നിലനിൽക്കണം എന്നുള്ള എന്തെങ്കിലും ഒരു വസ്തുവിന് വേണ്ടിയുള്ള തൃഷ്ണയെക്കാളേറെ എൻ്റെ നിലനിൽപ്പ്, എൻ്റെ ഐഡന്റിറ്റി എൻ്റെ ഐഡന്റിറ്റി ഇങ്ങനെ ആയിരിക്കണം, എന്നെക്കുറിച്ച് ഇങ്ങനെ ആയിരിക്കണം ആളുകൾ ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെ നിലനിൽക്കണം എന്നുള്ള ആ ഒരു തൃഷ്ണ. മൂന്നാമത്തേത് വളരെ പ്രധാനമാണ് വിഭവ തൃഷ്ണ. വിഭവ, ഭവ എന്ന എക്സിസ്റ്റൻസ്, വിഭവ എന്ന് വെച്ചാൽ നോൺ എക്സിസ്റ്റൻസ്, ഇല്ലാതാകാനുള്ള തൃഷ്ണ. പലപ്പോഴും
തെറ്റിദ്ധരിച്ച ആളുകൾ പറയാറുണ്ട്, കേരളത്തിൽ ഒരുപാട് കേൾക്കാറുള്ള ഒന്നാണ്, ബുദ്ധൻ പറയുന്ന വഴി ഡിസ്ട്രക്ഷന്റെ വഴിയാണ്, ഇല്ലാതാകുന്നതിന്റെ വഴിയാണ്. തീർച്ചയായും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ബുദ്ധൻ പറയുന്നത് വിഭവ തൃഷ്ണയും ഒരു തൃഷ്ണയാണ്, ഇല്ലാതാകലും അല്ല അവിടെ ലക്ഷ്യം. ജീവിതം ദുഃഖമയമാണ്, അതുകൊണ്ട് ഞാൻ ജീവിതം അങ്ങ് ഇല്ലാതാക്കാമെന്നല്ല ബുദ്ധൻ പറയുന്നത്. ദുഃഖം കാണിച്ചു തരുമ്പോൾ ബാക്കി പഠിക്കാത്ത ഒരാളിന് തെറ്റിദ്ധാരണ വരും, ബുദ്ധൻ ഉദ്ദേശിച്ചത് എന്നാൽ ഇല്ലാതാക്കാനാണ്. ഇല്ലാതാക്കാനുമല്ല ബുദ്ധൻ പറയുന്നത്. അതുകൊണ്ടാണ് ബുദ്ധൻ പറയുന്നത് വിഭവ തൃഷ്ണയും ഒഴിവാക്കേണ്ട തൃഷ്ണയാണ്. ഇല്ലാതാകുക എന്നതിനുള്ള ആ ഒരു ഡീപ്പ് ക്രേവിങ്ങും തെറ്റാണ്. അതുകൊണ്ടും നമ്മൾ രക്ഷപ്പെടുന്നില്ല. ഇല്ലാതാകുകയോ നിലനിൽക്കുകയോ അല്ലെങ്കിൽ വിഷയങ്ങളിൽ ആസക്തിയിൽ സുഖം കണ്ടെത്തുകയോ ഒന്നുമല്ല അവിടെ വഴി. ബുദ്ധൻ ഉദ്ദേശിക്കുന്ന മധ്യമ മാർഗം എന്ന് പറയുന്നത് അതിനപ്പുറം കാര്യങ്ങളെ തിരിച്ചറിയുകയും, പക്ഷെ ഇതിലൊന്നുമല്ല എൻ്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം. കാരണം നമ്മൾ ഇപ്പൊ ഒരിക്കൽ സുഖമായി അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെ മറ്റൊരു അവസരത്തിൽ ദുഃഖമായിട്ട് അനുഭവിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനൊക്കെ അപ്പുറത്ത് ഇപ്പൊ ഗാർബേജ് മാറ്റുന്നതിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലെ വിഴുപ്പുകൾ മാറ്റി നമ്മൾ മനസ്സിന്റെ ആ തനത് സുഖം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വ്യാപിക്കുന്ന ഒന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെയുള്ള പരിഹാരം. അപ്പോൾ അത്തരമൊരു പരിഹാരത്തിലേക്ക് ആണ് പോകേണ്ടത്, അല്ലാതെ ഇല്ലാതാകുകയോ ഉണ്ടാകുകയല്ല. പക്ഷെ ഇല്ലാതാക്കുന്നുണ്ട് മാർഗത്തില്, അത് നമ്മുടെ വിഴുപ്പുകളെയാണ് ഇല്ലാതാക്കുന്നത്, അല്ല നമ്മളെ തന്നെയല്ല ഇല്ലാതാക്കുന്നത്, നമ്മുടെ വിഴുപ്പുകളെയാണ് അവിടെ ഇല്ലാതാക്കുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ആര്യസത്യം, അതായത് ദുഃഖ സമുദയ സത്യം. അതിൽ ചോദ്യം എടുക്കുന്നതിന് മുമ്പ് മൂന്നാമത്തേതും കൂടെ ഞാൻ ചെറുതായിട്ട് പറഞ്ഞിട്ട് പോകാം. മൂന്നാമത്തേത് ദുഃഖ നിരോധ സത്യം. ഇതാണ് നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണ കൊണ്ടുവരുന്ന മറ്റൊന്ന്. ഇവിടെ ബുദ്ധൻ പറയുന്നത് ഈ തൃഷ്ണ, ആ തീവ്രമായി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ദാഹം, നന്തിരാഗ സമാഗതമായിട്ട് വരുന്ന ആ തൃഷ്ണ, ആ വല്ലാത്ത ദാഹം, ആ ദാഹത്തെ വെടിഞ്ഞാൽ, അത് ഇല്ലാതാക്കിയാൽ, ആ ദാഹം ഇല്ലാതാക്കിയാൽ, ആ ദാഹത്തെ നമ്മൾ ഉപേക്ഷിച്ചാൽ, അതിനോടൊരു രാഗം ഇല്ലാതാക്കിയാൽ, വിരാഗം കൊണ്ടുവന്നാൽ, ആ ദാഹത്തെ നിന്ന് മുക്തി നേടിയാൽ, ആ ദാഹത്തിൽ നിന്ന് വിട്ടു നിന്നാൽ, ആ ദാഹം ഇല്ലാതിരുന്നാൽ നമുക്ക് ദുഃഖ നിരോധം സാധ്യമാണ്. ദുഃഖ നിരോധം സാധ്യമാണെന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഈ ദാഹത്താൽ മനസ്സിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന മനസ്സിന്റെ അടിത്തട്ടിലുള്ള ആ അശാന്തി, ആ അശാന്തി അവിടെ തീരുകയാണ്. ആ അശാന്തി തീരുമ്പോൾ നമുക്ക് അതുവരെ നമുക്ക് മനസ്സിനെ നോക്കാൻ കഴിയാതിരുന്ന് നമുക്ക് മനസ്സിന്റെ ശരിയായ രീതിയിൽ അറിയാൻ പറ്റും. ഇവിടെ ഞാൻ ആദ്യത്തെ ഒരു കാര്യത്തിലേക്ക് ഒന്ന് ചെറുതായിട്ട് തിരിച്ചു പോട്ടെ. നമ്മൾ ലൗകിക കാര്യത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഓരോ കാര്യത്തിൽ ഇങ്ങനെ മനസ്സ് അശാന്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജോസ് ഇവിടെ സൂചിപ്പിച്ചു ധ്യാനം പോലും ശ്രമമാണെന്ന്. വളരെ ശരിയാ. കാരണം പൊതുവെ നമ്മൾ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ മനസ്സിന്റെ ആ ഒരു തനതവസ്ഥയിലേക്ക് റിലാക്സ് ചെയ്യുകയാണ് വേണ്ടത്. ബുദ്ധൻ പണ്ട് കുട്ടിക്കാലത്ത് ജാമ്പമരത്തിന്റെ കീഴിലിരുന്ന ധ്യാനം ഓർത്തെടുത്തപ്പോൾ അത്തരം ഒരു ധ്യാനത്തിലേക്ക് എത്തിയത്. പക്ഷെ പൊതുവെ നമ്മൾ ധ്യാനം എന്ന് പറയുമ്പോൾ ചെയ്യുന്ന അതല്ല, നമ്മൾ ഉൾവലിയുകയാണ്. ഉൾവലിയുമ്പോഴോ നമ്മളെ ഈ അറിയുന്ന എന്നെ തിരിച്ചറിയുകയല്ല ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ അകത്താരോ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഞാൻ ആ സമയത്ത് എന്താ ചെയ്യുക? തിരിഞ്ഞിട്ട് അകത്തെവിടെയാണ് എൻ്റെ ആത്മാവെന്ന് അന്വേഷിക്കുക. അപ്പോഴും ഞാൻ എന്നെ അറിയുകയല്ല, വേറെന്തോ ആണ് ഞാൻ എന്നൊരു അന്വേഷണം അവിടെ നടക്കുന്നത്. വേറെന്തോ കണ്ടെത്തിയാല് എനിക്ക് സുഖം കിട്ടും. അപ്പോഴും ഞാൻ എന്നെ അറിയുകയല്ല. അപ്പൊ പുറത്ത് അശാന്തിയോടുകൂടി തൃഷ്ണയോടുകൂടി നടത്തിയ അതേ പരതൽ ഇവിടെ കിട്ടിയേക്കും അവിടെ കിട്ടിയേക്കും എന്നുള്ള ആ ഒരു പരതൽ, അതേ പരതലാണ് നമ്മൾ അകത്തോട്ട് തിരിയുമ്പോഴും ചെയ്യുന്നത്. ഇവിടെ കിട്ടും അവിടെ കിട്ടും, ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് ഒളിച്ചിരുന്നാൽ കിട്ടും, അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളൊന്നും അറിയാതെ ഞാൻ ഇങ്ങനെ അങ്ങ് ഉള്ളിലേക്ക് വലിഞ്ഞ് ഒന്നും അറിയാത്തൊരവസ്ഥയിലിരുന്ന സുഖം കിട്ടും. ഇങ്ങനെ നോക്കുമ്പോഴും നമ്മൾ ഏതോ ഒന്നിൽ കിട്ടും, ഏതോ ഒരിടത്ത് കിട്ടും എന്ന് പറഞ്ഞ് ഇവിടെയാണ് സുഖം അവിടെയാണ് സുഖം എന്ന് പറഞ്ഞുള്ള ആ അലച്ചിൽ, ആ അശാന്തി അവിടെയും തുടരുകയാണ്. അതുകൊണ്ടാണ് ധ്യാനവും
സാധാരണഗതിയിൽ ശ്രമകരമായിട്ട് മാറുന്നത്. പക്ഷെ ബുദ്ധൻ പറയുന്ന ധ്യാനം അതല്ല. ബുദ്ധൻ പറയുന്ന ധ്യാനം ഈ അശാന്തിക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള ശാന്തി എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അതിലാണ് മൂന്നാമത്തെ ആര്യസത്യത്തിൽ പറയുന്നത്, ഈ അശാന്തി, ഈ തൃഷ്ണ, നന്ദിരാഗ സമാഗതമായി വരുന്ന ഈ തൃഷ്ണ വിട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ശാന്തി അനുഭവിക്കാൻ കഴിയൂ. പക്ഷെ പരിഹാരമായിട്ട് പറയുന്നത് തൃഷ്ണ വിടുകയല്ല. പരിഹാരം നാലാമത്തെ ആര്യസത്യമുണ്ട്, മധ്യമമാർഗമാണ്. കാരണം പലപ്പോഴും നമ്മൾ തെറ്റായിട്ട് പഠിച്ചത്. അതുകൊണ്ട് ബുദ്ധൻ പറഞ്ഞു ആശ ഉപേക്ഷിക്കൂ, നിങ്ങൾക്ക് ദുഃഖിക്കാതെ ജീവിക്കാമെന്ന്. ബുദ്ധൻ അങ്ങനെയല്ല പറഞ്ഞ. ആശ ഇല്ലാതാകുന്ന അവസരത്തിൽ, ദാഹം ഇല്ലാതാകുന്ന അവസരത്തിൽ നമുക്ക് ആ പൂർണ്ണ സുഖം അകത്തറിയാൻ കഴിയും. പക്ഷേ ആശ ഉപേക്ഷിക്കുക അല്ല അവിടെ മാർഗം. കാരണം ആശ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർഗം അനുഷ്ഠിക്കാൻ കൂടെ കഴിയില്ല. കാരണം നമുക്ക് മാർഗം അഭ്യസിക്കണമെങ്കിൽ മാർഗം അഭ്യസിക്കണമെന്നൊരാശ അവിടെ നിലനിൽക്കണം, അല്ലെ? മാർഗം അഭ്യസിക്കണമെങ്കിൽ മാർഗം അഭ്യസിക്കണമെന്നൊരാശ അവിടെ ആവശ്യമുണ്ട്. പിന്നെ ആശ ഉപേക്ഷിക്കാനും അത്ര എളുപ്പമല്ല. കാരണം ആശ ഉപേക്ഷിക്കുക എന്ന് വെച്ചാല് വിഭവ തൃഷ്ണയിലേക്ക് പോകും. എനിക്ക് ഇതൊന്നും വേണ്ടേ എന്ന ആ ഒരു തൃഷ്ണ, ഞാനൊന്നും ആശിക്കാൻ പോകുന്നില്ലേ എന്ന് പറഞ്ഞിരിക്കുന്നതും സാധ്യമാണ്. ഇപ്പൊ നമുക്ക് ഭക്ഷണം വേണം തോന്നാം വിശക്കുമ്പോൾ. അപ്പൊ ഭക്ഷണം വേണം തോന്നുന്നത് തെറ്റല്ല. പക്ഷെ ഈ ഭക്ഷണമാണ് എൻ്റെ അസ്തിത്വം, അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണമാണ് എൻ്റെ യഥാർത്ഥ സുഖം എന്ന് കരുതുന്നിടത്താ തെറ്റ് വരുന്നത്, അല്ലാതെ ഭക്ഷണമല്ല തെറ്റ്. രസകരമായ കാര്യം, നമ്മൾ ബുദ്ധൻ എല്ലാം കളഞ്ഞു പോയി, എല്ലാം ഉപേക്ഷിച്ച്, ആശയം ഉപേക്ഷിച്ച ഒരാളാണെന്ന് പറയുന്നു. പക്ഷെ ആ സുജാത എന്ന ബാലികയിൽ നിന്ന് പാൽപായസം കുടിച്ചിട്ടാണ് നിരാഹാര തപസ് അവസാനിപ്പിച്ച് പാൽപായസം കുടിച്ചതിന് ശേഷമാണ് ബുദ്ധൻ ബുദ്ധനാകുന്നത്. അതിനുശേഷവും ബുദ്ധൻ ഭിക്ഷുവായിട്ട് ഭിക്ഷാടനം നടത്തി നടക്കുന്ന സമയത്ത്, നാട്ടിൽ ഭിക്ഷയാചിച്ച് നടക്കുന്ന സമയത്ത്, ചില സമയത്ത് ചില വ്യാപാരികളും രാജാക്കന്മാരും ഒക്കെ കൊട്ടാരത്തിലേക്കും മണിമാളികളിലേക്കും ഒക്കെ ബുദ്ധനെ വിരുന്നിന് ക്ഷണിക്കും. പക്ഷെ ബുദ്ധൻ പറയാറില്ല, അയ്യോ ഞാൻ ഇതൊന്നും കഴിക്കാത്ത ആളാണ്, എനിക്ക് വിഭവസമൃദ്ധമായി കഴിക്കാൻ പറ്റില്ല എന്ന് ബുദ്ധൻ പറയില്ല. വിഭവസമൃദ്ധമായ ഭക്ഷണമാണെങ്കിൽ അതും കഴിക്കും. അപ്പോ നമുക്ക് ചുറ്റും വിഷയങ്ങൾ ഉണ്ടാകുന്നതോ ആഡംബരങ്ങൾ ഉണ്ടാകുന്നതോ പോലും അല്ല പ്രശ്നം. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കും ആഡംബരങ്ങളാണ് പ്രശ്നം. അതാണ് നമ്മുടെ സത്ത, അല്ലെങ്കിൽ അതിലാണ് നമ്മുടെ സുഖം എന്ന് തെറ്റിദ്ധരിക്കുന്നതിലാണ് പ്രശ്നം. അല്ലാതെ നല്ല ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഒരു നല്ല സദ്യ കഴിക്കുന്നതല്ല അവിടെ പ്രശ്നം, ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്നതല്ല പ്രശ്നം. പക്ഷെ ഈ ഭക്ഷണമാണ് എൻ്റെ സുഖം എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. ഇപ്പൊ നാലാമത്തെ ആര്യസത്യം എന്ന് പറയുന്നത് ദുഃഖ നിരോധത്തിനുള്ള മാർഗം എന്താണ്. അപ്പോ നിങ്ങൾക്ക് ആശയം ഉപേക്ഷിച്ച് കളയൂ എന്നല്ല ബുദ്ധൻ പറയുന്നത്, അഷ്ടാംഗ മാർഗം അഭ്യസിക്കുക എന്നാണ്. എന്താണ് അഷ്ടാംഗ മാർഗം? മധ്യമ മാർഗം. നമ്മൾ സെൻഷ്വൽ ജോയ്സിൽ അങ്ങോട്ട്, സെൻഷ്വൽ പ്ലഷേഴ്സിൽ ഓവർലി ഇതാണ് എൻ്റെ ജീവിതം എന്ന ആവേശം കൊള്ളാതെ, അതേസമയം ഞാൻ ഒന്നും സ്വീകരിക്കില്ല, ഞാൻ ആത്മപീഡനത്തിന്റെ വഴിയിലാണ്, എനിക്ക് യാതൊരു സുഖങ്ങളും വേണ്ട എന്നുമല്ല. മിഡിൽ പാത്ത്. ജീവിതത്തെ ഫേസ് ചെയ്യുക, ജീവിതത്തിലെ സുഖദുഃഖങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക മിഡിൽ മാർഗത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ബുദ്ധൻ പറയുന്ന മാർഗം. അതെന്തൊക്കെയാണ്? അവിടെ ചുരുക്കി പറഞ്ഞാൽ 3. അവിടെ തിരിച്ചറിവ്, ശീലങ്ങൾ, പിന്നെ ധ്യാനത്തിലൂടെ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുക. ഈ 3 കാര്യങ്ങൾ അവിടെ വരും. നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ സമ്യക് ദൃഷ്ടി എന്ന് വെച്ചാൽ ശരിയായ തിരിച്ചറിവുകൾ. ഇത് കൂടുതൽ മനസ്സിലാക്കുന്നതിന് മറ്റൊരു സമയത്ത് അഷ്ടാംഗ മാർഗം പഠിപ്പിക്കുമ്പോഴത്തേക്ക് കടന്നു പോകാം. പക്ഷെ ബുദ്ധൻ പറയുന്ന വളരെ ആർക്കും പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ, ഏത് തരത്തിലുള്ള ജീവിതം നയിക്കുമ്പോഴും നടപ്പാക്കാൻ കഴിയുന്ന കാര്യമാണ് പറയുന്നത്. നമുക്ക് ഈ അശാന്തിക്ക് അപ്പുറത്ത് പോയി നമ്മുടെ ആ മനസ്സിന്റെ തനതായ ശാന്തത അനുഭവിച്ചറിയണമെങ്കിൽ ഒരാശയമില്ലാതെ ഒരിടത്ത് ഇരിക്കുക എന്നല്ല പറയുന്നത്. അഷ്ടാംഗ മാർഗം പരിശീലിക്കാനുള്ള ആശയോടുകൂടി അത് പരിശീലിക്കുക. അപ്പോ നമ്മുടെ ഇതാണ് സുഖം എന്നുള്ള ആശകൾ താനേ കെട്ടടങ്ങി, ആ തൃഷ്ണകൾ കെട്ടടങ്ങി, മനസ്സിന്റെ അശാന്തി കെട്ടടങ്ങി നമ്മൾ സുഖത്തിലേക്ക് വരും. അത് പരിശീലിക്കാൻ എന്താണ്?
ശരിയായ കാഴ്ചപ്പാട് വളർത്തിയെടുക്കുക. അതാണ് സമ്യക് ദൃഷ്ടി. കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിന്റെ ഓരോ അവസ്ഥയും അടുത്തതിനെ അഫക്റ്റ് ചെയ്യുന്ന അത്തരം കോസ് ആൻഡ് എഫക്ട് കണക്ഷൻസ്, പിന്നെ മനസ്സിലെ ഹിംസ ഒഴിവാക്കുന്നതിന്റെ ഗുണങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആ ദൃഷ്ടിയിൽ വരുന്നത്. കൂടുതൽ വിശദമായിട്ട് മറ്റൊരിക്കൽ പറയാം. അപ്പൊ ശരിയായ ദൃഷ്ടി കൊണ്ടുവരിക, പിന്നെ സമ്യക് സങ്കല്പ, ശരിയായ ഇന്റൻഷൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ ഇന്റൻഷനിൽ ചെയ്യുക എന്നത് കൊണ്ടുവരിക. പിന്നെ സമ്യക് വാക്ക്, ശരിയായ വാക്കുകൾ ഉപയോഗിക്കുക. വാക്കുകൾ ഉപയോഗിക്കുന്നതിലെ മിതത്വം, പിന്നെ ശരിയായ വാക്കുകൾ, കള്ളം പറയാതിരിക്കുക, ഡിവിസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. ആ രീതിയിൽ നമ്മുടെ വാക്കുകളെ ഏറ്റവും പവർഫുൾ ആയിട്ടും ഉപയോഗപ്രദമായിട്ടും ഉപയോഗിക്കുക. സമ്യക് കർമാന്ത അഥവാ സമ്യക് കർമാന്ത എന്ന് വെച്ചാൽ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ശരിയായ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെ ഹനിക്കാത്ത, ഉപദ്രവിക്കാത്ത, മറ്റുള്ളവർക്കും സഹായകരമായ കാര്യങ്ങളിൽ ഇടപെടുക. സമ്യക് ആജീവ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ അതിന് ഉപയുക്തമായ രീതിയിൽ ലൈഫ് സ്റ്റൈൽ ആക്കുക. പിന്നെ 3 ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ടതിൽ സമ്യക് വ്യായാമ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളിൽ നമ്മൾ ശരിയെന്ന് കരുതുന്നത് വളർത്തിയെടുക്കുന്നതിനുള്ള ശരിയായ എഫർട്ട്, മനസ്സിന് ഉചിതമല്ലാത്തത് മാറ്റുന്നതിനും ഉചിതമായത് വളർത്തിയെടുക്കുന്നതിനും വേണ്ട ശരിയായ എഫർട്ട്, കൂടിയ അങ്ങ് പിരിമുറുക്കത്തോടുകൂടിയുള്ള എഫർട്ടല്ല, പക്ഷെ ഒരു എഫർട്ടും ഇല്ലാതെ ആലസ്യത്തിരിക്കുക എന്നുള്ളതുമല്ല. നമ്മൾ മനസ്സിനെ കണ്ടെത്തി ഇത് കൊള്ളാം, ഇത് വളർത്തിയെടുക്കണം, ഇത് കൊള്ളില്ല, ഇത് ഉപേക്ഷിക്കണം. ആ തിരിച്ചറിവിലോടുകൂടി മനസ്സിൽ ശരിയായ കാര്യങ്ങൾ വളർത്തുന്നതിന് വേണ്ട എഫർട്ട് കൊണ്ടുവരിക. പിന്നെ സമ്യക് സതി അഥവാ സ്മൃതി, മനസ്സ് കാര്യങ്ങൾ തിരിച്ചറിയുകയും മനസ്സില് ഓരോ സമയവും അനുനിമിഷം വന്നു പോകുന്ന കാര്യങ്ങൾ തിരിച്ചറിയുകയും തിരിച്ചറിയുന്നതിലൂടെ വേണ്ടാത്തത് മാറ്റുകയും വേണ്ടത് വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഏത് വേണം വേണ്ട എന്ന തിരിച്ചറിവ്, മനസ്സിനെ ഒബ്സർവ് ചെയ്യാനുള്ള ആ കഴിവ് വളർത്തിയെടുക്കുക. പിന്നെ സമ്യക് സമാധി, മനസ്സിനെ ആ ഒരു അവസ്ഥയിൽ മനസ്സിന് ആ ഓൺ പോയിന്റ് കോൺസെൻട്രേഷനും വളർത്തിയെടുക്കുക. ഈ 8 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിന്റെ എല്ലാ തുറയിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ആശ ഉപേക്ഷിച്ചിട്ട് വെറുതെ ഇരിക്കാനല്ല ബുദ്ധൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് പ്രവർത്തന മണ്ഡലത്തിലായാലും ശരി, നമ്മൾ കാണുന്ന ബാഹ്യ സുഖങ്ങൾ വേണ്ടാന്നല്ല, പക്ഷെ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് തിരിച്ചറിവ് കൊണ്ടുവരിക. ഇതല്ല നമ്മുടെ അസ്തിത്വം. നമ്മുടെ ഉള്ളിൽ മനസ്സിന്റെ തനതായ ഒരു സുഖം വെളിപ്പെടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലങ്ങ് ഓവർലി ബോധേഡാവേണ്ടതില്ല, അതിൽ ആ തീവ്രമായ ദാഹത്തിന് അടിസ്ഥാനമില്ല എന്ന് വെച്ച് ആ ഒരു മിഡിൽ പാത്തിലേക്ക് വരിക. ശരിയായ ആ ഒരു മധ്യമ മാർഗത്തിലേക്ക് വരുമ്പോൾ മനസ്സിൽ ആ തൃഷ്ണകളൊക്കെ പതുക്കെ പതുക്കെ കെട്ടടങ്ങുകയും, അങ്ങനെ കെട്ടടങ്ങുമ്പോഴത്തേക്ക് അത് എത്രത്തോളം കെട്ടടങ്ങുന്നു അത്രത്തോളം മനസ്സിന്റെ അശാന്തി മാറിയിട്ട് കുറെ കൂടി ഇങ്ങനെ എപ്പോഴും പുറത്തേക്ക് നോക്കുന്ന ആ ഒരു രീതി മാറിയിട്ട് ആ ഉള്ളിലെ ശാന്തതയും സുഖവും ഒക്കെ പരന്ന് തിരിച്ചറിയാനും തുടങ്ങും. അങ്ങനെ ഒരു ഗ്രാജുവൽ പ്രോസസ്സിലൂടെയാണ് ആ അശാന്തിയിൽ നിന്നുള്ള മോചനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഈ 4 എന്ന് പറയുന്നത് അടിസ്ഥാന പ്രശ്നത്തിലേക്ക് പോയി പരിഹാരം കണ്ടെത്തിയിട്ട് അതിന് വളരെ പ്രായോഗികമായ ഒരു മധ്യമ മാർഗം പരിഹാരവും കൂടി ആയിട്ട് പറയുന്ന ഒന്നാണ്. ആ മധ്യമ മാർഗം കൂടെ അറിയാത്തപ്പോഴാണ് ഇതിൽ തെറ്റിദ്ധാരണ വരുന്നത്. ഇപ്പൊ എനിക്ക് കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിച്ചപ്പോൾ ഇതിൽ തെറ്റിദ്ധാരണ വന്നെന്ന് പറയുന്നതിന് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ജീവിതം ദുഃഖമാണെന്ന് പറഞ്ഞപ്പോൾ ദുഃഖത്തിന് അപ്പുറത്ത് ബുദ്ധൻ കണ്ടെത്തുന്ന സുഖം എന്താണെന്ന് അവിടെ വിവരിച്ചില്ല. 2, ആശയാണ് ദുഃഖത്തിന് കാരണം എന്ന് പറയുമ്പോൾ ആശയൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ആലസ്യത്തിലങ്ങ് ഇരിക്കാനാണ് എന്ന തെറ്റിദ്ധാരണ വരുന്ന വിധത്തിലായിപ്പോയി. സത്യത്തിൽ അവിടെ ബുദ്ധൻ ഉദ്ദേശിക്കുന്ന അതല്ല. എങ്ങനെയാണ് ആ തീവ്രമായ തൃഷ്ണകൾ നമ്മളെ നമ്മുടെ ഉള്ളിലെ സന്തോഷത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതെന്ന് തിരിച്ചറിവാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതിലേക്ക് വരാനുള്ള മാർഗമായിട്ട് തികച്ചും പ്രായോഗികമായിട്ടുള്ള ഈ അഷ്ടാംഗ മാർഗമാണ് ഉപദേശിച്ചിട്ടുള്ളത്.